ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെവ്കോ LDC, കമ്പനി ബോർഡ് LGS, അതുപോലെ BFO, APO, CEO വരുന്ന 10th പ്രിലിംസ്, ഇനി വരാനിരിക്കുന്ന ഏതൊരു PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും പഠിക്കാനായിട്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിലൂടെ നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടക്കക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്റ്റഡി പ്ലാനിനെ കുറിച്ച് അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റഡി പ്ലാൻ, അതുപോലെ തന്നെ ക്ലാസ് 1, ക്ലാസ് 2 എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർ ആയിട്ട് കൃത്യം ഓർഡറിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളുടെ ഭാഗമായിട്ട് നമ്മൾ ഏതൊക്കെ ദിവസങ്ങളിൽ എങ്ങനെയെല്ലാമാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം ഞാനൊന്ന് പറയാം. തിങ്കൾ മുതൽ വെള്ളി വരെ നമുക്ക് 2 ക്ലാസ് ആണ്. കാലത്ത് 12 മണിക്ക് നമ്മൾ SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നൽകുന്നത്. ഓൾഡ് SCRT അതുപോലെ ന്യൂ SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ നൽകി വരുന്നത്. രാത്രി 8 മണിക്ക് നമ്മുടെ PYQ ഡിസ്കഷൻ സെഷൻ ആണ്. PYQ എന്ന് പറയുമ്പോൾ ചുമ്മാ ഇവിടുന്ന് കുറെ ചോദ്യങ്ങൾ എടുത്തിട്ടല്ല നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള പരീക്ഷകളിലെ ഓരോ ചോദ്യ പേപ്പറും നമ്മൾ എടുത്തിട്ട് അതിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള GK പോർഷൻസ്, അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോ ചോദ്യ പേപ്പർ ആയിട്ട് ഇപ്പൊ ഏകദേശം 4ഓളം ചോദ്യ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ചോദ്യ പേപ്പർ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നു. ഇനി ഈ ചോദ്യ പേപ്പർ എല്ലാം കഴിയുന്ന സമയത്ത് അതിൽ നിന്നും PSCയുടെ ഹോട്ട് ടോപ്പിക്സ് നമ്മൾ കണ്ടെത്തുന്നു. നമ്മൾ ഒരുമിച്ചാണ് അല്ലെ റിലേറ്റഡ് ഫാക്ട്സ് ഡിസ്കസ് ചെയ്യുന്നു. എല്ലാ ചോദ്യ പേപ്പറിലും ആവർത്തിച്ച് വന്നിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് കണ്ടെത്തുന്നു. എന്നിട്ട് അതിന്റെ ക്ലാസ്സുകൾ നമ്മൾ പിന്നീട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കൂടാതെ സാറ്റർഡേ, സൺഡേ, ശനിയും ഞായറും ദിവസങ്ങളിൽ നമ്മൾ ഇപ്പൊ കമ്പനി ബോർഡ് LGSന് വേണ്ടെങ്കിൽ കൂടി ബാക്കിയുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ബെവ്കോ LDC വരുന്ന ബാക്കിയുള്ള പരീക്ഷകൾക്കൊക്കെ എന്ത് വേണം? ഇംഗ്ലീഷും മലയാളവും വേണം. മാത്സ് ആണെങ്കിൽ ഇനി വരുന്ന ഏത് പരീക്ഷയ്ക്കാണെങ്കിലും മാത്സും വേണം അല്ലെ. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ശനിയും ഞായറും ദിവസങ്ങളിൽ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കറണ്ട് അഫയേഴ്സ് ഇതിന്റെ ക്ലാസ്സുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. കറണ്ട് അഫയേഴ്സ് സെഷൻ എടുക്കുന്നത് ഞാനല്ല, അർച്ചന മിസ് ആണ്. രാത്രി 8 മണിക്ക് ഞായറാഴ്ചകളിൽ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നൽകി വരുന്നത്. എല്ലാ സൺഡേയും നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഉണ്ട്. ബാക്കി ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിന്റെ ക്ലാസ്സുകൾ കൂടി നമ്മൾ റെക്കോർഡഡ് സെഷൻ ആയിട്ട് ഞാൻ ഓൾറെഡി എടുത്തിട്ടുള്ള ക്ലാസ്സുകളാണ്. പക്ഷെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തുടക്കക്കാർക്ക് പോലും, ഒട്ടും അറിയാത്തവർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ ആ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശനി, ഞായർ ദിവസങ്ങളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുവരെയും നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ജോയിൻ ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഫ്രീ ക്ലാസ് ആണ്. യൂട്യൂബിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം നൽകുന്നത്. അപ്പൊ കൃത്യമായിട്ടുള്ള ഓർഡറിൽ നിങ്ങൾക്ക് പഠിച്ചു വരണം എന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണേ. PYQ ഡിസ്കഷൻ സെഷന് നമ്മൾ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ SCRT സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലാസ് എത്രയാണ് നമ്പർ, അതുപോലെ SCRTയുടെ എത്രാമത്തെ ക്ലാസ് ആണെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിന്റെ എത്രാമത്തെ ക്ലാസ് ആണ്, എല്ലാം ക്ലാസ് നമ്പർ മെൻഷൻ ചെയ്ത് നമ്മൾ ടെലിഗ്രാമിലാണ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ടെലിഗ്രാമിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസ് എന്തുണ്ടെങ്കിലും താഴെ കമന്റ് ആയിട്ട് അറിയിക്കാം. അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഫിസിക്സില് ശബ്ദം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ ആ ഭാഗത്ത് വരുന്ന SCRT പാഠഭാഗങ്ങൾ മുഴുവനായിട്ടും നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ ഫിസിക്സിലെ ദ്രവ്യവും പിണ്ഡവും എന്ന് പറയുന്ന ഭാഗവും അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ട് വരികയാണ്. ഓരോ ഭാഗങ്ങളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് വരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ശബ്ദം എന്ന് പറയുന്ന ഭാഗത്തെ മുഴുവൻ SCRT പാഠഭാഗങ്ങളും നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് ഈ ശബ്ദം എന്ന് പറയുന്ന ഭാഗം പഠിക്കാനായിട്ടുള്ളത് ആദ്യം തന്നെ 8ാം ക്ലാസ്സിലെ 19ാമത്തെ ചാപ്റ്ററാണ്. ശബ്ദം എന്ന് തന്നെയാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ടത് എന്താണ് ശബ്ദം. ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രവണബോധം ഉളവാക്കുന്ന ഊർജ രൂപമാണ് ശബ്ദം. ഓക്കെ, എന്താണ്? ശ്രവണബോധം ഉളവാക്കുന്ന ഊർജ രൂപമാണ് ശബ്ദം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ 3 ഘടകങ്ങൾ ആവശ്യമാണ്. എന്തൊക്കെയാണ് 3 ഘടകങ്ങൾ ആവശ്യമാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഒന്ന് എന്താണ്? ശബ്ദ സ്രോതസ്സാണ്, സോഴ്സ് ഓഫ് സൗണ്ട്. ദെൻ വായു എന്ന് പറയുന്ന മാധ്യമം, ഇവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നുണ്ടോ? വായു എന്ന് പറയുന്ന മാധ്യമം. അപ്പോൾ വായു ആവശ്യമാണ്.
പിന്നീട് ആ ശബ്ദം നമ്മുടെ ചെവികളുടെ ഉള്ളിലോട്ടാണ് പോകുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ചെവി അത് ഉള്ളിലോട്ട് കടക്കാനുള്ള ആ ഭാഗം. അപ്പോൾ ഈ 3 എണ്ണമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അതിലാദ്യം ശബ്ദ സ്രോതസ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നോക്കുക, എന്താണ് ശബ്ദ സ്രോതസ്സുകൾ എന്ന് പറയുന്നത്? ഇവിടെ നോക്കുക, വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ശബ്ദം പുറപ്പെടുവിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ശബ്ദ സ്രോതസ്സുകൾ എന്ന് പറയുക. ചെണ്ട, വയലിൻ, ഇതെല്ലാം എന്താണ്? ശബ്ദ സ്രോതസ്സാണ് അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് ശബ്ദ സ്രോതസ്സുകളെ 2ആയിട്ട് തിരിക്കാനായിട്ട് പറ്റും. ശബ്ദ സ്രോതസ്സുകൾ 2 തരത്തിലുണ്ട്. ഇത് ഇവിടെ ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. മനുഷ്യനിർമ്മിത ശബ്ദ സ്രോതസ്സുകളും പ്രകൃത്യാലുള്ള ശബ്ദ സ്രോതസ്സുകളും. അപ്പോൾ മനുഷ്യനിർമ്മിത ശബ്ദ സ്രോതസ്സുകളാണ് ഏത്? ഈ ചെണ്ട, വയലിൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ദെൻ സ്വനപേടകം, വോക്കൽ കോഡ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ള ഇടിമിന്നൽ, വെള്ളച്ചാട്ടം, അതെല്ലാം എന്താണ്? ശബ്ദമാണ്. അപ്പോൾ അതൊക്കെ എന്താണ്? പ്രകൃത്യാലുള്ള ശബ്ദ സ്രോതസ്സുകളാണ് അല്ലേ. അതൊക്കെ പ്രകൃത്യാലുള്ളതാണ്. ചെണ്ട, വയലിൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? മനുഷ്യനിർമ്മിത ശബ്ദ സ്രോതസ്സാണ്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ എന്താണ് ശബ്ദ സ്രോതസ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ. ഇവിടെ ഒരു ശബ്ദ സ്രോതസ് അത് കമ്പനം ചെയ്ത് ശബ്ദം പുറപ്പെടുവിക്കുന്ന പ്രധാന ഭാഗം, അനുബന്ധമായിട്ട് കമ്പനം ചെയ്യുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുക, സ്വനപേടകം കമ്പനം ചെയ്ത് ശബ്ദം പുറപ്പെടുവിക്കുന്ന പ്രധാന ഭാഗം ഏതാണ്? സ്വനതന്തു ആണ്. അനുബന്ധമായി കമ്പനം ചെയ്യുന്ന ഭാഗങ്ങൾ തൊണ്ട, ചുണ്ട് തുടങ്ങിയവയാണ്. അതുപോലെ ഓടക്കുഴൽ ഏതാണ്? വായുയൂപം എന്നാണ് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്നും നമുക്ക് അത്ര അത്യാവശ്യമുള്ള കാര്യമല്ല, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ശബ്ദ സ്രോതസ് എന്താണ് എന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത് സ്വാഭാവിക ആവൃത്തി, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നാച്ചുറൽ ഫ്രീക്വൻസി അഥവാ സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത്. നോക്കുക, ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഉരുണ്ട ഒരു ചെറിയ കല്ല് 50 സെൻറ്റിമീറ്റർ നീളമുള്ള ചരടിൽ തൂക്കിയിടുക. ഈ കല്ലിനെ ഒരു ഭാഗത്തേക്ക് അല്പം നീക്കിവിട്ട് നോക്കുക. കല്ല് ഇരുവശത്തേക്കും ചലിക്കുന്നതായിട്ട് കാണാം. ഇത്തരം ചലനമാണ് എന്ത്? ദോലനം. ഇത് നമ്മൾ ചലനം പഠിക്കുമ്പോൾ പഠിക്കും കേട്ടോ. ഈ സംവിധാനത്തിൻ്റെ ഒരു സിമ്പിൾ പെൻഡുലം എന്ന് വിളിക്കാം. ഈ സംവിധാനത്തെ നമുക്ക് എന്ത് വിളിക്കാം? ഒരു സിമ്പിൾ പെൻഡുലം എന്ന് വിളിക്കാം. ഈ സിമ്പിൾ പെൻഡുലം 1 സെക്കൻഡിൽ ചെയ്യുന്ന ദോലനങ്ങളുടെ എണ്ണത്തെയാണ് അതിൻ്റെ ആവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആവൃത്തി? ഒരു സിമ്പിൾ പെൻഡുലം 1 സെക്കൻഡിൽ ചെയ്യുന്ന ദോലനങ്ങളുടെ എണ്ണത്തെയാണ് ആവൃത്തി എന്ന് പറയുന്നത്. ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ഹെഡ്സ് ആണ്. ആവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെഡ്സ് ആണ്. ഇനി ആവൃത്തിയുടെ ഇക്വേഷനും കൂടെ പഠിച്ചു വയ്ക്കുക. ആവൃത്തി F = ദോലനങ്ങളുടെ എണ്ണം N/, സമയം T ആണ്. F = N/T എന്നുള്ളതാണ് ആവൃത്തിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. F = N/T. N എന്ന് പറഞ്ഞാൽ എന്താണ്? ദോലനങ്ങളുടെ എണ്ണം. സമയം എന്ന് പറയുന്നത് T ആണ്. അപ്പോൾ അത് ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഇനി ഇവിടെ നോക്കുക, നൃത്തം ചെയ്യുന്ന പ്രകാശം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം. ഏകദേശം 10 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഒരു പൈപ്പ് കഷ്ണത്തിൻ്റെ ഒരഗ്രത്ത് പൊട്ടിയ ബലൂൺ വലിച്ചു കെട്ടി ഡയഫ്രം ഉണ്ടാക്കുക. ഈ ഡയഫ്രത്തിൻ്റെ പുറത്ത് ഒരു ചെറിയ കണ്ണാടി കഷ്ണം ഒട്ടിച്ചു വയ്ക്കുക. കണ്ണാടിയിലേക്ക് പ്രകാശം പതിക്കുന്ന വിധത്തിൽ ലേസർ ടോർച്ച് ക്രമീകരിച്ച് പ്രകാശിപ്പിക്കുക. പ്രതിപതിച്ചു വരുന്ന പ്രകാശ ബീം ഒരു സ്ക്രീനിൽ പതിക്കുന്ന വിധത്തിൽ ക്രമീകരിക്കേണ്ടതാണ്. ഇനി ബലൂൺ ഡയഫ്രത്തിൻ്റെ ഈർക്കിൽ കൊണ്ട് തട്ടി ശബ്ദമുണ്ടാക്കി നോക്കൂ. കണ്ണാടിയിൽ നിന്ന് പ്രതിപതിച്ച് സ്ക്രീനിൽ പതിക്കുന്ന പ്രകാശം നിരീക്ഷിക്കൂ. വസ്തുക്കളുടെ കമ്പനം മൂലം ശബ്ദമുണ്ടാകുന്നത് പോലെ ശബ്ദത്തിന് വസ്തുക്കളെ കമ്പനം ചെയ്യിക്കാനും സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. അതായത് വസ്തുക്കളുടെ കമ്പനം മൂലം ശബ്ദമുണ്ടാകും അല്ലേ. അതുപോലെ തന്നെ ശബ്ദത്തിന് എന്ത് ചെയ്യിക്കാൻ പറ്റും? വസ്തുക്കളെ കമ്പനം ചെയ്യിക്കുവാനും സാധിക്കും. ബലൂൺ കെട്ടിയ പൈപ്പ് കഷ്ണത്തിനുള്ളിൽ ഒരു ചെറിയ ലൗഡ് സ്പീക്കർ വെച്ച് അതിലൂടെ ഒരു മ്യൂസിക് പ്ലെയറിൽ നിന്നുള്ള സംഗീതം പുറപ്പെടുവിച്ച് നോക്കൂ. സംഗീതത്തിനനുസരിച്ച് ചുമരിലെ പ്രകാശം എന്ത് ചെയ്യും? നൃത്തം ചെയ്യുന്നതായിട്ട് കാണും. അതായത് കമ്പനം ചെയ്യുന്ന ബലൂണിൻ്റെ ചലനത്തെ കണ്ണാടിയിൽ നിന്ന് പ്രതിപതിച്ചു വരുന്ന ലേസർ ബീമിൻ്റെ ചലനം വഴി ഭിത്തിയിൽ കാണുന്നു. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇവിടെ അറിഞ്ഞിരിക്കുക, വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാവുന്നത്. ശബ്ദത്തിന് വസ്തുക്കളെ കമ്പനം ചെയ്യുവാനും സാധിക്കും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്തതാണ് സ്വാഭാവിക ആവൃത്തി. എന്താണ് സ്വാഭാവിക ആവൃത്തി? ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത്
അതിൻ്റേതായ ഒരു പ്രത്യേക ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. ഈ ആവൃത്തിയാണ് അതിൻ്റെ സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യുക, സ്വതന്ത്രമായിട്ട് കമ്പനം ചെയ്യിച്ചു കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായ ഒരു പ്രത്യേക ആവൃത്തിയിലായിരിക്കും അത് കമ്പനം ചെയ്യുന്നത്. ഇതിനെയാണ് അതിൻ്റെ സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത്. സ്റ്റീൽ പാത്രം, ഹാക്സോ ബ്ലേഡ്, ട്യൂണിംഗ് ഫോർക്ക് ഇതെല്ലാം കമ്പനം ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ശബ്ദങ്ങൾ എങ്ങനെയായിരിക്കും? നല്ല വ്യത്യാസമുള്ള ശബ്ദങ്ങളായിരിക്കും. അതിന് കാരണം എന്താണ്? അവയുടെ സ്വാഭാവിക ആവൃത്തിയിലുള്ള വ്യത്യാസമാണ്. ഓക്കെ, സ്റ്റീൽ പാത്രം, ഹാക്സോ ബ്ലേഡ്, ട്യൂണിംഗ് ഫോർക്കൊക്കെ നമ്മൾ കമ്പനം ചെയ്യിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം അത് തമ്മിൽ വ്യത്യാസം ഉണ്ടാവാൻ കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സ്വാഭാവിക ആവൃത്തിയിലുള്ള വ്യത്യാസമാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അടുത്തത് ശബ്ദ സവിശേഷതകളാണ്. ഓക്കെ, ശബ്ദത്തിൻ്റെ സവിശേഷതകളാണ് പറയുന്നത്. സ്ഥായിയും ഉച്ചതയും, സൗണ്ട് ക്യാരക്ടറിസ്റ്റിക്സ്, പിച്ച് ആൻഡ് ലൗഡ്നെസ്. ഓക്കെ, സ്ഥായി, ഉച്ചത ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് സ്ഥായി എന്ന് പറയുന്നത്? അതായത് നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മതയെയാണ് സ്ഥായി എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മതയെ എന്ത് വിളിക്കുന്നു? സ്ഥായി എന്നാണ് പറയുന്നത്. ഈ സ്ഥായി എന്ന് പറയുന്നത് ശബ്ദത്തിൻ്റെ ആവൃത്തിയെ ആശ്രയിച്ചിരിക്കുന്നു. കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മതയാണ് സ്ഥായി എന്ന് പറയുന്നത്. ഇതെന്താണ്? ശബ്ദത്തിൻ്റെ ആവൃത്തിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് കൊതുകിൻ്റെ പാട്ട് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ കൊതുകുകളും തേനീച്ചകളും ഒക്കെ പറക്കുമ്പോൾ എന്താണ്? ശബ്ദമുണ്ടാക്കുന്നുണ്ട് അല്ലേ? അത് അവയുടെ ചിറകുകൾ കൊണ്ടാണ് ശബ്ദം ഉണ്ടാക്കുന്നത്. ചിറകുകൾ കമ്പനം ചെയ്യുന്നത് മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. അപ്പോൾ കൊതുകുകളുടെ ചിറകുകൾ ഏകദേശം 500 ഹെർട്സിലും, ഇത് പഠിച്ചു വെക്കണം കേട്ടോ, കൊതുകുകളുടെ ചിറകുകൾ ഏകദേശം 500 ഹെർട്സിലും, തേനീച്ചകളുടെ ചിറകുകൾ ഏകദേശം 300 ഹെർട്സിലുമാണ് കമ്പനം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവയുടെ ചിറകടി ഉണ്ടാക്കുന്ന ശബ്ദമാണ് ഒരു മൂളലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. എന്നാൽ ചീവിടുകൾ ശബ്ദമുണ്ടാക്കുന്നത് അവയുടെ ചിറകിലുള്ള പ്രത്യേക അവയവങ്ങൾ തമ്മിൽ ഉരസിയാണ്. ഇവ ഉണ്ടാക്കുന്ന ശബ്ദം വളരെ ഉയർന്ന ആവൃത്തിയിലുള്ളതാണ്. ചീവിടുകളുടെ അഭാവം മൂലമാണ് സൈലൻറ്റ് വാലിക്ക് ആ പേര് വന്നത്. ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ തേനീച്ചയുടെയും അതുപോലെ തന്നെ എന്താണ് കൊതുകിൻ്റെയും ചിറകുകളുടെ ആ കമ്പനം അത് എത്ര ഹെഡ്സ് ആണ്? 500 ഹെഡ്സ്. തേനീച്ചകളുടെ 500ഉം അതുപോലെ തന്നെ തേനീച്ചകളുടെ 300ഉം കൊതുകുകളുടെ 500 ഹെഡ്സുമാണ്. അതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ സ്ഥായി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഉച്ചതയാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇവിടെ നിന്ന് എപ്പോഴും നമുക്ക് ചോദ്യം വരുന്നതാണ്. ഉച്ചത എന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവാണ് ഉച്ചത. ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവിനെയാണ് ഉച്ചത എന്ന് പറയുന്നത്. ഇത് പ്രധാനമായും കമ്പന ആയതിയെയും ചെവിയുടെ ഗ്രാഹ്യതയെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഓക്കെ, ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവിനെയാണ് ഉച്ചത എന്ന് പറയുന്നത്. ഇത് എന്തിനെയൊക്കെ ആശ്രയിച്ചാണ് ഇരിക്കുക? കമ്പന ആയതിയെയും ചെവിയുടെ ഗ്രാഹ്യതയെയും ആശ്രയിച്ചാണ് ഇരിക്കുക. ഇതിൻ്റെ യൂണിറ്റ്, ഉച്ചതയുടെ യൂണിറ്റ് എന്താണ്? ഡെസിബൽ ആണ്. എപ്പോഴും ചോദിക്കുന്നതാണ്. ഉച്ചതയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഡെസിബൽ ആണ്. ഓക്കെ, ഇത് ഡെസിബൽ മീറ്റർ എന്ന ഉപകരണം കൊണ്ട് അളക്കാനായിട്ട് പറ്റും. ഡെസിബൽ മീറ്റർ എന്ന് പറയുന്ന ഉപകരണം കൊണ്ട് അളക്കാം. ഇനി ഇവിടെ പുരുഷ ശബ്ദവും സ്ത്രീ ശബ്ദവും എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പ്രായപൂർത്തിയാകുന്നതോടുകൂടി പുരുഷന്മാരുടെ സ്വനതന്തുവിൻ്റെ നീളം വർദ്ധിക്കുന്നു. എന്നാൽ സ്ത്രീകളുടെ സ്വനതന്തുവിന് കാര്യമായ മാറ്റം ഉണ്ടാവുന്നില്ല. സ്വനതന്തുവിന് നീളം കൂടുമ്പോൾ ഉണ്ടാക്കുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി കുറയും. ആവൃത്തിയും കൂർമ്മതയും ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ പുരുഷ ശബ്ദത്തിന് പൊതുവെ കൂർമ്മത എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, കൂർമ്മത കുറവാണ് പുരുഷ ശബ്ദത്തിന്. അടുത്തത് സംഗീതവും ഒച്ചയും നോക്കുക. ക്രമമായ കമ്പനത്തോടെ ഉണ്ടാകുന്നതും കേൾക്കാൻ ഇമ്പമുള്ളതുമായ ശബ്ദത്തെ സംഗീതമെന്നും അരോചകമായതും ക്രമരഹിതമായ കമ്പനം കൊണ്ട് ഉണ്ടാകുന്നതുമായിട്ടുള്ള ശബ്ദത്തെ ഒച്ച എന്നും പറയും അല്ലേ? നമ്മൾ വളരെയധികം ഒച്ച ഉണ്ടാക്കല്ലേ എന്ന് പറയും. എന്തുകൊണ്ടാണ്? അത് അരോചകമാണ് അല്ലേ? അപ്പോൾ അരോചകമായത് ക്രമരഹിതമായ കമ്പനം കൊണ്ട് ഉണ്ടാകുന്നതുമായിട്ടുള്ള ശബ്ദമാണ് എന്ത്? ഒച്ച എന്ന് പറയുന്നത്. മ്യൂസിക് എന്ന് പറയുമ്പോൾ എന്താണ്? ക്രമമായ കമ്പനത്തോടെ ഉണ്ടാകുന്നതും കേൾക്കാൻ ഇമ്പമുള്ളതുമായിട്ടുള്ള ശബ്ദത്തെയാണ് സംഗീതം എന്ന് നമ്മൾ പറയുന്നത് അല്ലേ? ഇനി അടുത്തത് ഇവിടെ സപ്തസ്വരങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സംഗീതത്തിൽ സ്ഥായി എന്ന പദവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റൊരു പദമാണ് ശ്രുതി. സ്ഥായിയുമായി ബന്ധപ്പെട്ടതാണ് ശ്രുതി. സംഗീതത്തിലെ സപ്തസ്വരങ്ങളും ആവൃത്തിയും ബന്ധപ്പെടുത്തിയ പട്ടികയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ആ ടേബിൾ ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. ഇനി അടുത്തത് ശബ്ദപ്രേഷണമാണ്. പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് ആണ് പഠിക്കേണ്ടത്.
അപ്പോൾ ശബ്ദപ്രേഷണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്ത് വേണം? മാധ്യമം വേണം അല്ലേ? അപ്പോൾ ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ആ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക കേട്ടോ. ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്ത് വേണം? മാധ്യമം ആവശ്യമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഇവിടെ അലക്സാണ്ടർ ഗ്രഹാംബെലിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അലക്സാണ്ടർ ഗ്രഹാംബെൽ 1847 മാർച്ച് 3 സ്കോട്ട്ലൻഡിലെ എഡിൻബർഗിൽ ജനിച്ചു. എവിടെയാണ്? 1847 മാർച്ച് 3 സ്കോട്ട്ലൻഡിലെ എഡിൻബർഗിലാണ് ജനിക്കുന്നത്. തൻ്റെ 75-ാം വയസ്സിൽ 1922 ഓഗസ്റ്റ് 2 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മയും ഭാര്യയും ഭദിരരായിരുന്നു. 1876 ഒക്ടോബർ 9 അലക്സാണ്ടർ ഗ്രഹാംബെൽ തൻ്റെ സുഹൃത്തും അസിസ്റ്റന്റുമായിട്ടുള്ള വാട്സണുമായി കേംബ്രിഡ്ജ് മുതൽ ബോസ്റ്റൺ വരെയുള്ള 2 കിലോമീറ്റർ ദൂരം കമ്പിയിലൂടെ സംസാരിച്ചുകൊണ്ട് ആദ്യത്തെ ടെലിഫോൺ ലോകത്തിന് സമർപ്പിച്ചു. ടെലിഫോൺ കണ്ടുപിടിച്ചത് ആരാണ്? അലക്സാണ്ടർ ഗ്രഹാംബെൽ ആണ് അല്ലേ? അലക്സാണ്ടർ ഗ്രഹാംബെലിൻ്റെ ബഹുമാനാർത്ഥമാണ് ഉച്ചതയുടെ യൂണിറ്റിന് ബെൽ എന്ന പേര് നൽകിയത്. ഉച്ചതയുടെ യൂണിറ്റ് ഡെസിബൽ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ ബെൽ എന്ന് പറയുന്ന പേര് നൽകിയത് അലക്സാണ്ടർ ഗ്രഹാംബെല്ലിൻ്റെ അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ്. ബെൽ എന്ന യൂണിറ്റിൻ്റെ ചെറിയ അളവാണ് എന്ത്? ഡെസിബൽ എന്ന് പറയുന്നത്. ബെൽ എന്ന് പറയുന്ന യൂണിറ്റിൻ്റെ ചെറിയ അളവാണ് ഡെസിബൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി ഇവിടെ നമുക്ക് ശബ്ദമില്ലേ, ശബ്ദത്തിൻ്റെ ഏകദേശ ഉച്ചത ഓരോന്നിൻ്റെയും കൊടുത്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചേക്കാം. അതായത് നമുക്ക് ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദം ഏതാണ്? 120 ഡെസിബലിൽ കൂടുതൽ വരുമ്പോഴാണ് ചെവിക്ക് വേദന ഉണ്ടാകുന്ന ശബ്ദം. 120 ഡെസിബലിൽ കൂടുതൽ വരുമ്പോൾ. ഇനി ജെറ്റ് എൻജിൻ 100 മീറ്റർ അകലെ പോകുന്ന ശബ്ദം എത്രയാണ്? 110 to 140 ആണ് ജെറ്റ് എൻജിൻ 100 മീറ്റർ അകലെ. ഇനി വാഹന തിരക്കേറിയ റോഡിലാണെങ്കിൽ എത്രയാണ്? 80 മുതൽ 90 വരെയാണ് ഉണ്ടാവുക. കാറിൻ്റേത് 60 to 80. സാധാരണ സംഭാഷണം എന്ന് പറയുന്നത് 40 to 60. ഇലകളുടെ മർമ്മരം 10 ഡെസിബലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സാധാരണ സംഭാഷണത്തിൻ്റെ ഉച്ചത എത്രയാണ് എന്നൊക്കെ ചോദിക്കാം. 40 മുതൽ 60 വരെയാണ്. ഓക്കെ, 40 to 60 ഡെസിബലാണ്. ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. ശബ്ദത്തിന് വായുവിലൂടെ മാത്രമല്ല സഞ്ചരിക്കാനായിട്ട് പറ്റുക, മറ്റു ഭൗതിക വസ്തുക്കളിലൂടെയും പ്രേഷണം ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണെന്ന് പറഞ്ഞു. ആ മാധ്യമം വായു മാത്രമല്ല, ശബ്ദം വായുവിലൂടെ മാത്രമല്ല സഞ്ചരിക്കുന്നത്, മറ്റു ഭൗതിക വസ്തുക്കളിലൂടെയും പ്രേഷണം ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് ശ്രവണം. ഇവിടെ നോക്കുക, ചെവിയും ശബ്ദവും എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ചെവിക്കുടയിൽ എത്തുന്ന ശബ്ദ തരംഗങ്ങൾ കർണനാളത്തിലൂടെ കടന്നുപോയി കർണപടത്തിൽ ചെന്ന് തട്ടുന്നു. ഇത് കർണപടത്തെ കമ്പനം ചെയ്യിക്കുന്നു. കർണപടത്തിലുണ്ടാവുന്ന കമ്പനം അതിനോട് ചേർന്ന് കാണുന്ന അസ്ഥിശൃംഖലയെ കമ്പനം ചെയ്യിക്കുന്നു. അസ്ഥിശൃംഖലയിലെ കമ്പനം ഓവൽ വിൻഡോയിലേക്കും ആന്തരകർണത്തിലെ കോക്ലിയയിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഒച്ചിൻ്റെ ആകൃതിയിലുള്ളതും ഏകദേശം 3 സെന്റിമീറ്റർ നീളമുള്ളതുമായ ഭാഗമാണ് കോക്ലിയ. ഇതിൻ്റെ ഉള്ളറകളിലുള്ള എൻഡോലിംഫ് എന്ന ദ്രാവകത്തിലേക്ക് കമ്പനം പടരുന്നു. കോക്ലിയയിലേക്കുള്ള ആയിരക്കണക്കിന് നാഡീകോശങ്ങൾ ഈ കമ്പനത്താൽ ഉത്തേജിക്കപ്പെടുകയും ആവേഗങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ ആവേഗങ്ങൾ ശ്രവണനാഡി വഴി തലച്ചോറിൽ എത്തുമ്പോഴാണ് നമുക്ക് ശബ്ദം അനുഭവവേദ്യമാകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ശബ്ദം കേൾക്കുന്നത് എന്നുള്ളതാണ്. ഇത് നമ്മൾ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുന്ന ഭാഗത്ത് ചെവി പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ശബ്ദം കേൾക്കുന്നത്? ആദ്യം ചെവിക്കുടയിൽ എത്തുന്ന ശബ്ദ തരംഗങ്ങൾ എന്ത് ചെയ്യുന്നു? കർണനാളത്തിലൂടെ കടന്നുപോയി കർണപടത്തിൽ ചെന്ന് തട്ടുന്നു. ഇത് കർണപടത്തെ എന്ത് ചെയ്യുന്നു? കമ്പനം ചെയ്യിക്കുന്നു. ഈ കർണപടത്തിൽ ഉണ്ടാകുന്ന കമ്പനം അതിനെ ചേർന്ന് കാണപ്പെടുന്ന അസ്ഥിശൃംഖലയെ കമ്പനം ചെയ്യിക്കുന്നു. അസ്ഥിശൃംഖലയിലെ കമ്പനം എന്ത് ചെയ്യുന്നു? ഓവൽ വിൻഡോയിലേക്കും ആന്തരകർണത്തിലെ കോക്ലിയയിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നു. കോക്ലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒച്ചിൻ്റെ ആകൃതിയിലുള്ളതും ഏകദേശം 3 സെന്റിമീറ്റർ നീളമുള്ളതുമായിട്ടുള്ള ഭാഗമാണ് കോക്ലിയ. ഇതിൻ്റെ ഉള്ളറകളിലുള്ള എൻഡോലിംഫ്, അപ്പോൾ കോക്ലിയയുടെ ഉള്ളിലുള്ള ദ്രാവകമാണ് എൻഡോലിംഫ് എന്ന് പറയുന്ന ദ്രാവകം. അത് കമ്പനം ചെയ്യുന്നു. കോക്ലിയയിലുള്ള ആയിരക്കണക്കിന് നാഡീകോശങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ കമ്പനത്താൽ ഉത്തേജിക്കപ്പെടുകയും ആവേഗങ്ങൾ രൂപപ്പെടുകയും ഈ ആവേഗങ്ങൾ ശ്രവണനാഡി വഴി തലച്ചോറിലെത്തുമ്പോഴാണ് നമ്മൾക്ക് ശബ്ദം അനുഭവവേദ്യമാകുന്നത്. ഇനി ശ്രവണ പരിധി, ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ നോക്കുക, കേൾവി ശക്തിയുള്ള നമുക്ക് എല്ലാ ശബ്ദവും കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നോക്കുക. നായ്ക്കളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഗാൾട്ടൺ വിസിലിൻ്റെ
ശബ്ദം മനുഷ്യനെ കേൾക്കാൻ സാധിക്കില്ല. ഓക്കെ, നായ്ക്കളെ വിളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഗാൾട്ടൺ വിസിലിൻ്റെ ശബ്ദം മനുഷ്യന് കേൾക്കാൻ സാധിക്കില്ല. പ്രകൃതി ദുരന്തങ്ങൾക്ക് മുന്നോടിയായി പക്ഷികളും മൃഗങ്ങളും അസാധാരണ പെരുമാറ്റം പ്രകടിപ്പിക്കും. വവ്വാലുകൾക്കും ഇരുട്ടിലും സുഗമമായി സഞ്ചരിക്കാൻ സാധിക്കും. വവ്വാലുകൾക്ക് ഇരുട്ടിലും സുഗമമായി സഞ്ചരിക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് എന്തുകൊണ്ടാണ് ഇതൊക്കെ സാധ്യമാകുന്നത് അല്ലെങ്കിൽ നമുക്ക് സാധിക്കാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വസ്തുക്കളുടെ കമ്പനം മൂലം, ഇത് എവിടെ കൊടുത്തിട്ടുള്ള നമ്പർ നോക്കുക, എത്രയാണ്? 1, 10, 100, 1000, 10000, ലക്ഷം അല്ലേ. അപ്പോൾ 1,00,000 ഹെഡ്സിലും കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളും പ്രകൃതിയിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ വസ്തുക്കളുടെ കമ്പനം മൂലം 1,00,000 ഹെഡ്സിലും കൂടുതൽ ആവൃത്തിയിലുള്ള ശബ്ദങ്ങളും പ്രകൃതിയിൽ ഉണ്ടാവുന്നുണ്ട്. എല്ലാ ആവൃത്തിയിലുമുള്ള ശബ്ദം എന്ത് ചെയ്യാൻ പറ്റില്ല? മനുഷ്യന് കേൾക്കാൻ സാധ്യമല്ല. അതായത് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിക്ക് എന്തുണ്ട്? ഒരു പരിധിയുണ്ട്. ഇത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ശരിയായ കേൾവിശക്തിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ കുറഞ്ഞ പരിധി എന്ന് പറയുന്നത് എത്രയാണ്? 20 ഹെഡ്സ് ആണ്. കൂടിയ പരിധി എന്ന് പറയുന്നത് 20,000 ഹെഡ്സ് ആണ്. അപ്പോൾ മനുഷ്യൻ്റെ കേൾവി എന്ന് പറയുന്നതിൻ്റെ ശബ്ദപരിധി എന്ന് പറയുന്നത് എത്രയാണ്? 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ പരിധി എന്ന് പറയുന്നത് 20 ഹെഡ്സും ഏറ്റവും കൂടിയ പരിധി എന്ന് പറയുന്നത് 20,000 ഹെഡ്സുമാണ്. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇതിൽ 20 ഹെഡ്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദത്തെ ഇൻഫ്രാസോണിക് എന്ന് പറയും. 20 ഹെഡ്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദത്തെ എന്താണ് പറയുക? ഇൻഫ്രാസോണിക് എന്നാണ് പറയുക. 20,000 ഹെഡ്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയും. ഓക്കെ, 20 ഹെഡ്സിൽ താഴെയുള്ളതിനെ ഇൻഫ്രാസോണിക് എന്നാണ് പറയുക. 20,000 ഹെഡ്സിൽ കൂടുതലുള്ള ആവൃത്തിയുള്ള ശബ്ദങ്ങളെ എന്താണ് പറയുക? അൾട്രാസോണിക് എന്നാണ് പറയുക. ഓക്കെ, ഇനി ഇവിടെ ശ്രവണ സഹായി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കേൾവിക്കുറവുള്ളവർക്ക് കേൾവി അനുഭവം ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് ഇത്, ശ്രവണ സഹായി. വിവിധ തരത്തിലും വലുപ്പത്തിലുമുള്ള ശ്രവണ സഹായികൾ ലഭ്യമാണ്. അപ്പോൾ ഇവിടെ ശ്രവണ സഹായികൾ തന്നെ 3 തരത്തിലുണ്ട്, അല്ലെങ്കിൽ 3 ഭാഗങ്ങളുണ്ട്. ശ്രവണ സഹായികൾക്ക് പ്രധാനമായിട്ടും 3 ഭാഗമാണുള്ളത്. ഏതൊക്കെയാണ്? 1 മൈക്രോഫോൺ, 2 ആംപ്ലിഫയർ, 3 ലൗഡ് സ്പീക്കർ. ഇങ്ങനെ 3 ഭാഗമാണ് ഒരു ശ്രവണ സഹായിക്ക് ഉണ്ടാവുക. മൈക്രോഫോൺ എന്താണ് ചെയ്യുന്നത്? ശബ്ദോർജ്ജത്തെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റുന്നു. ശബ്ദോർജ്ജത്തെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റുന്നതാണ് മൈക്രോഫോൺ. ആംപ്ലിഫയർ എന്ത് ചെയ്യുന്നു? വൈദ്യുത സിഗ്നലുകളെ ശക്തിപ്പെടുത്തുന്നു. ലൗഡ് സ്പീക്കർ എന്ത് ചെയ്യുന്നു? ശക്തി കൂടിയ വൈദ്യുത സിഗ്നലുകളെ ഉച്ചത കൂടിയ ശബ്ദമാക്കി മാറ്റി കർണപടത്തിൽ എത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു ശ്രവണ സഹായിയുടെ 3 ഭാഗങ്ങളും അതിൻ്റെ ഫംഗ്ഷനും ഓർത്തിരിക്കുക. ഇനി ഇവിടെ ഓരോ മൃഗങ്ങളുടെയും ശ്രവണ പരിധി കൊടുത്തിട്ടുണ്ട്. നായയുടെ 60 കുറഞ്ഞ പരിധി. പിന്നെ കൂടിയ പരിധി എന്ന് പറയുന്നത് 45,000 ഹെഡ്സ് ആണ് കേട്ടോ. 67 ഹെഡ്സ് ആണ് കുറഞ്ഞത്, 45,000 ഹെഡ്സ് കൂടിയ പരിധി. പൂച്ചയുടേത് 45 ഹെഡ്സ് കുറഞ്ഞത്, 64,000 ഹെഡ്സ് കൂടിയ പരിധി. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടേബിൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇനി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അൾട്രാസോണിക് തരംഗങ്ങൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ. അൾട്രാസോണിക് തരംഗങ്ങൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. എന്തൊക്കെയാണ്? കടലിൻ്റെ ആഴമളക്കുന്നതിന് ഉപയോഗിക്കുന്ന സോണാർ എന്ന ഉപകരണത്തിൽ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. ഓക്കെ, എന്തിനാണ്? കടലിൻ്റെ ആഴമളക്കുന്നതിന് ഉപയോഗിക്കുന്ന സോണാർ, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. ഓക്കെ, സോണാർ എന്ന് പറയുന്ന ഉപകരണത്തിൽ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. വൈദ്യശാസ്ത്രത്തിൽ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. അൾട്രാസോണിക് തരംഗങ്ങളുടെ ഉപയോഗം ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെക്കുക. അടുത്തത് ശബ്ദമലിനീകരണം. ഇത് നമുക്ക് അറിയുന്നതാണ് അല്ലേ. ശബ്ദമലിനീകരണം എന്താണെന്നൊക്കെ നമുക്കറിയാം. ലോകത്തിലെ ഏറ്റവും ശബ്ദമലിനീകരണമുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് ഏത്? നമ്മുടെ കേരളം. ലോകത്തിലെ ഏറ്റവും ശബ്ദമലിനീകരണമുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് കേരളം. ഒച്ച നമ്മുടെ ശരീര ആരോഗ്യത്തെ മാത്രമല്ല മാനസികവും വൈകാരികവുമായിട്ടുള്ള തലങ്ങളെയും ബാധിക്കും. ഇത് രക്തസമ്മർദ്ദം, പ്രമേഹം, ബധിരത, ആസ്മ, പഠന വൈകല്യം തുടങ്ങിയവയിലേക്കും നമ്മളെ നയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ശബ്ദമലിനീകരണം കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ശബ്ദമലിനീകരണം കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? വാഹനങ്ങളിൽ എയർ ഹോണുകൾ ഉപയോഗിക്കുന്നത് നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. ഹോൺ ടൈപ്പ് ലൗഡ് സ്പീക്കറുകൾക്ക് പകരം ബോക്സ് ടൈപ്പ് ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കാം. വാഹനങ്ങളുടെ സൈലൻസറുകൾ ശരിയാം വിധം പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. ശബ്ദമലിനീകരണത്തിൽ നിന്ന് രക്ഷ നേടാൻ ധാരാളം മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക. മരങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശബ്ദോർജ്ജത്തെ ആഗിരണം ചെയ്ത് ശബ്ദം കുറയ്ക്കാൻ സാധിക്കും.
രാവിലെ 6 മണിക്ക് മുമ്പും രാത്രി 10 മണിക്ക് ശേഷവും പൊതുസ്ഥലങ്ങളിൽ ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കരുത്. ശബ്ദമലിനീകരണം കുറയ്ക്കാനുള്ള കുറച്ച് ടിപ്സാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയോ ആണ് ഇന്ന് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ വിലയിരുത്താം എന്ന് പറഞ്ഞ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം. നമ്മൾ ഇത്രയും നേരം ജസ്റ്റ് വായിച്ചു പോയതല്ലേ, അപ്പോൾ ഇതൊന്ന് ആൻസർ ചെയ്ത് നോക്കാം അല്ലേ. ആദ്യത്തെ ചോദ്യം, ഒരു ട്യൂണിംഗ് ഫോർക്ക് 1 സെക്കൻഡിൽ 480 പ്രാവശ്യം കമ്പനം ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ സ്വാഭാവിക ആവൃത്തി എത്രയായിരിക്കും? 1 സെക്കൻഡിൽ 480 പ്രാവശ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 1 സെക്കൻഡിൽ 480 പ്രാവശ്യം കമ്പനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്വാഭാവിക ആവൃത്തി എത്രയാണ്? അപ്പം സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത് എത്രയാണ്? 480. സ്വാഭാവിക ആവൃത്തി 480 തന്നെയാണ് വരുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നമ്മൾ പഠിച്ചു എന്ന് കാണാനുള്ള ഇക്വേഷൻ ആവൃത്തി അല്ലേ. സ്വാഭാവിക ആവൃത്തി കാണുവാനുള്ള ഇക്വേഷൻ പഠിച്ചു. ആവൃത്തി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? F=N/T ആണ് അല്ലേ. അപ്പോൾ ഇവിടെ N എന്ന് പറയുന്നത് എത്രയാണ്? 480 ആണ്. 1 സെക്കൻഡിലാണ് അല്ലേ. അപ്പോൾ 480 ഡിവൈഡഡ് ബൈ 1 ആണ് വരിക. അപ്പോൾ എന്ത് തന്നെയാണ് വരിക? 480 തന്നെയാണ് വരിക. അപ്പോൾ 480 എന്നുള്ളതാണ് ആൻസർ അല്ലേ. അപ്പോൾ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ N/T എന്ന് പറയുന്നതിൽ N എന്ന് പറയുന്നത് 480, T എന്ന് പറയുന്നത് 1. അപ്പോൾ എന്താണ്? 480 തന്നെയാണ് വരുന്നത്. ഓക്കെ, കിട്ടിയല്ലോ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഒരു സിമ്പിൾ പെൻഡുലം, ഓക്കെ ഇതിൻ്റെ ആൻസർ എഴുതി വെക്കുക കേട്ടോ. ഒരു സിമ്പിൾ പെൻഡുലം 10 സെക്കൻഡ് കൊണ്ട് 10 പ്രാവശ്യം ദോലനം ചെയ്യുന്നുവെങ്കിൽ പെൻഡുലത്തിൻ്റെ ആവൃത്തി എത്രയായിരിക്കും? 10 സെക്കൻഡ് കൊണ്ട് 10 പ്രാവശ്യം ദോലനം ചെയ്യുന്നുവെങ്കിൽ പെൻഡുലത്തിൻ്റെ ആവൃത്തി എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ F= എന്താണ്? N/T ആണ്. N എന്ന് പറയുന്നത് എത്രയാണ്? 10 അല്ലേ. 10 പ്രാവശ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10 പ്രാവശ്യം. ടൈം എത്രയാണ്? 10 സെക്കൻഡ് കൊണ്ട്. അപ്പോൾ 10. അപ്പോൾ 10/10 എന്ന് പറയുമ്പോൾ എന്താണ്? 1 അല്ലേ വരിക. ഏതൊരു സംഖ്യയും അതേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആണ് വരിക. അപ്പോൾ 1 ഹെർട്സ് അല്ലേ. 1 ഹെർട്സ് എന്നുള്ളതാണ് വരിക. അപ്പോൾ ആവൃത്തി എത്രയാണ്? 1 ഹെർട്സ്. ഇവിടെ എത്രയാണ്? ഇവിടെ 480 ഹെർട്സ് ഇട്ട് യൂണിറ്റും കൂടെ എഴുതണേ. ഹെർട്സ് എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് 1 കിട്ടിയത്? 10 സെക്കൻഡ് കൊണ്ട് 10 പ്രാവശ്യം ദോലനം ചെയ്യുന്നു എന്നാണ്. അപ്പോൾ F=N/T ആണ്. അപ്പോൾ 10/10 1 ആണ് വരിക. അപ്പോൾ 1 ഹെർട്സ് എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? നോട്ട് ചെയ്ത് വെച്ചേക്കുക. പദാർത്ഥത്തിൻ്റെ സ്വഭാവം, നീളം, വലിവ്, പ്രതല വിസ്തീർണം, വണ്ണം. ഓക്കെ, എന്താണ്? ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഏതൊക്കെയാണ്? പദാർത്ഥത്തിൻ്റെ സ്വഭാവം, നീളം, വലിവ്, പ്രതല വിസ്തീർണം, വണ്ണം എന്നീ ഘടകങ്ങളാണ്. ഓക്കെ, അത് എഴുതി വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ചില ട്യൂണിംഗ് ഫോർക്കുകളുടെ ആവൃത്തി ചുവടെ കൊടുത്തിരിക്കുന്നു. അവയിൽ സ്ഥായി കൂടിയതും സ്ഥായി കുറഞ്ഞതും എന്ന് കണ്ടെത്തുക. സ്ഥായി കൂടിയതും സ്ഥായി കുറഞ്ഞതും എന്ന് കണ്ടെത്തുക. അപ്പോൾ ഇവിടെ ഏറ്റവും സ്ഥായി കൂടിയത് ഏതാണ്? 512 ഹെർട്സ് അല്ലേ. 512 ഹെർട്സ് ആണ് എന്ത്? സ്ഥായി കൂടിയത്. സ്ഥായി കുറഞ്ഞത് ഏതാണ്? 256 ഹെർട്സ്. അത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അല്ലേ. 256 ഹെർട്സ് ആണ് കുറഞ്ഞത്. സ്ഥായി കൂടുതലുള്ളത് 512 ഹെർട്സ് ആണ്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന ശബ്ദ സ്രോതസ്സുകളുടെ ഏത് പ്രധാന ഭാഗം കമ്പനം ചെയ്യുമ്പോഴാണ് ശബ്ദമുണ്ടാവുന്നത്? ചുവടെ കൊടുത്തിരിക്കുന്ന ശബ്ദ സ്രോതസ്സുകളുടെ ഏത് പ്രധാന ഭാഗം കമ്പനം ചെയ്യുമ്പോഴാണ് ശബ്ദമുണ്ടാവുന്നത്? ചെണ്ടയുടെ ഏത് ഭാഗമാണ് കമ്പനം ചെയ്യുന്നത്? ഡയഫ്രം ആണ്. ഓക്കെ, ഡയഫ്രം. ഓടക്കുഴലിൻ്റെ ഏത് ഭാഗമാണ്? വായുവാണ്. സ്വനപേടകത്തിൻ്റെ എന്താണ്? സ്വനതന്തുക്കളാണ്. ഓക്കെ, സ്വനതന്തുക്കൾ. അപ്പോൾ ചെണ്ടയുടെ ഡയഫ്രം, ഓടക്കുഴലിൻ്റെ വായു, സ്വനപേടകത്തിൻ്റെ എന്താണ്? സ്വനതന്തുക്കൾ. അത് എഴുതി വെക്കുക കേട്ടോ. അടുത്തത്, ഖരവസ്തുക്കളിലൂടെ ശബ്ദം പ്രേഷണം ചെയ്യും എന്ന് തെളിയിക്കുന്നതിന് ഒരു പ്രവർത്തനം ആസൂത്രണം ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഖരവസ്തുക്കളിലൂടെ ശബ്ദം പ്രേഷണം ചെയ്യും, അതിനുള്ളൊരു പരീക്ഷണമാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഖരവസ്തുക്കളുടെ ശബ്ദം പ്രേഷണം ചെയ്യുമെന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ ടെക്സ്റ്റിൽ തന്നെ പഠിച്ചു അല്ലേ. ഇവിടെ നമുക്ക് എക്സാമ്പിൾ പറയാം. എന്താണ്? ഇപ്പോൾ ഒരു തീപ്പെട്ടി കൂട് നൂലൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ടോയ് ടെലിഫോണൊക്കെ ഉണ്ടാക്കാറില്ലേ? പണ്ടൊക്കെ തീപ്പെട്ടി കൂട് നൂല് ഉപയോഗിച്ചിട്ട് ടോയ് ടെലിഫോൺ ഉണ്ടാക്കും. അപ്പോൾ അതെന്താണ്?
നമ്മൾ തീപ്പെട്ടിൻ്റെ ഉള്ളിലൂടെ ശബ്ദം പോകുമെന്നുള്ളതിന് ഒരു തെളിവാണ് അല്ലേ. അപ്പോൾ അതൊക്കെ എക്സാമ്പിളായിട്ട് പറയാം. ഇല്ലെങ്കിൽ എന്താണ്, നീളമുള്ളൊരു കമ്പി എടുക്കുക, അതിൻ്റെ ഒരു അറ്റത്ത് ചെവി അമർത്തി പിടിച്ചിട്ട് മറ്റേ അറ്റത്ത് മറ്റൊരു ഇരുമ്പ് കമ്പി കൊണ്ട് ഇങ്ങനെ തട്ടി നോക്കുക. അപ്പോൾ ആ കമ്പിയിലൂടെ നമുക്ക് ശബ്ദം നമ്മുടെ ചെവിയിൽ കേൾക്കും അല്ലേ. അപ്പോൾ അതെല്ലാം എന്താണ്, അതിന് എക്സാമ്പിളാണ്. അപ്പോൾ അത് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അടുത്തത് നോക്കുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് എഴുതുക. തെറ്റുണ്ടെങ്കിൽ അടിവരയിട്ട ഭാഗത്തിന് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി തിരുത്തി എഴുതുക. അപ്പോൾ ആദ്യത്തേത് ശബ്ദത്തിന് ശൂന്യതയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. സാധിക്കില്ല, അത് ശരിയാണ്. കാരണം എന്താണ്, നമ്മൾ പറഞ്ഞു ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്ത് വേണം, ഒരു മാധ്യമം ആവശ്യമാണ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ സാധിക്കില്ല എന്ന് എഴുതിയത് ശരിയാണ് അല്ലേ, ശരിയായ പ്രസ്താവനയാണ്. അടുത്ത പ്രസ്താവന നോക്കുക. ശബ്ദത്തിൻ്റെ ആവൃത്തി കൂടുമ്പോൾ സ്ഥായി കുറയുന്നു. ശബ്ദത്തിൻ്റെ ആവൃത്തി കൂടുമ്പോൾ സ്ഥായി കുറയുന്നു എന്ന് പറയുന്നത് എന്താണ്, ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ അല്ലേ. ഏറ്റവും കൂടുതൽ സ്ഥായി ഉള്ളത് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആവൃത്തി ഉള്ളതാണ് നമ്മൾ എടുത്തെഴുതിയത്. 512 ഹെർട്സ് എന്ന് പറഞ്ഞ് എഴുതിയില്ലേ. അപ്പോൾ ആവൃത്തി കൂടുമ്പോൾ സ്ഥായി എന്ത് ചെയ്യും, കൂടുകയാണ് ചെയ്യുക. ആവൃത്തി കുറയുമ്പോഴാണ് സ്ഥായി കുറയുന്നത്. ആവൃത്തി കൂടുമ്പോഴല്ല, ആവൃത്തി കുറയുമ്പോഴാണ് സ്ഥായി കുറയുന്നത് എന്നുള്ളത് അവിടെ തിരുത്തി എഴുതുക. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കുക. വവ്വാലുകൾക്ക് രാത്രികാലങ്ങളിലും ഇര പിടിക്കാൻ സാധിക്കും. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ നിഗമനം വിശദമാക്കുക. വവ്വാലുകൾക്ക് രാത്രികളിലും ഇര പിടിക്കാനായിട്ട് സാധിക്കും അല്ലേ, നമ്മൾ പഠിച്ചു. വവ്വാലുകൾക്ക് എന്തുകൊണ്ടാണ് അത് സാധിക്കുന്നത്? വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ പുറപ്പെടുവിക്കാനും പിടിച്ചെടുക്കുവാനും സാധിക്കുന്നുണ്ട്. അവ പുറപ്പെടുവിക്കുന്ന അൾട്രാസോണിക് തരംഗങ്ങൾ എന്ത് ചെയ്യും, വസ്തുക്കളിലും ഇരകളിലും തട്ടി തിരിച്ചു വരുന്നു. അത്തരം പ്രതിപതന തരംഗങ്ങൾ പിടിച്ചെടുത്ത് വിശകലനം ചെയ്യാൻ വവ്വാലുകൾക്ക് സാധിക്കും. അപ്പോൾ അൾട്രാസോണിക് തരംഗങ്ങൾ പുറപ്പെടുവിക്കാനും പിടിച്ചെടുക്കുവാനും കഴിവ് ആർക്കുണ്ട്? വവ്വാലുകൾക്കുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് രാത്രികാലങ്ങളിലും എന്ത് ചെയ്യുന്നത്, ഇര പിടിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ പുറപ്പെടുവിക്കുവാനും പിടിച്ചെടുക്കുവാനുമുള്ള കഴിവ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. മനുഷ്യൻ ഏതൊക്കെ വിധത്തിലാണ് ശബ്ദ മലിനീകരണം നടത്തുന്നത്? ഇത് നമുക്ക് അറിയുന്നതാണ് അല്ലേ, നമുക്ക് പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യമൊന്നുമില്ല. നമുക്കറിയാം എയർ ഹോണുകൾ, ഉച്ചത്തിലുള്ള ലൗഡ് സ്പീക്കർ ഉപയോഗിക്കുന്നത്, വാഹനങ്ങളുടെ ശബ്ദം, അതെല്ലാം ശബ്ദ മലിനീകരണത്തിൽ വരുന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം. ഉച്ചത പ്രസ്താവിക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ഉച്ചത പ്രസ്താവിക്കുന്ന യൂണിറ്റ് നമ്മൾ പഠിച്ചു. ഏതാണ്? ഡെസിബൽ ആണ് അല്ലേ, ഡെസിബൽ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് 9ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് നോക്കാം. ഇതാണ് 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററാണ്. തരംഗ ചലനം എന്നുള്ളതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് തരംഗ ചലനം എന്ന് പറയുന്നത്? ഇവിടെ നോക്കുക. മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്ത് നൽകുന്ന ഊർജം മറ്റൊരു ഭാഗത്തേക്ക് എത്തിക്കുന്നതിനുള്ള മാർഗങ്ങളിൽ ഒന്നാണ് എന്ത്? തരംഗ ചലനം. മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്ത് നൽകുന്ന ഊർജം മറ്റൊരു ഭാഗത്തേക്ക് എത്തിക്കുന്നതിനുള്ള മാർഗങ്ങളിൽ ഒന്നാണ് തരംഗ ചലനം എന്ന് പറയുന്നത്. തരംഗ ചലനത്തിൽ മാധ്യമത്തിലെ ഒരു കണികയ്ക്ക് ലഭിക്കുന്ന ഊർജം തൊട്ടടുത്തതിലേക്കും അവിടെ നിന്ന് തുടർന്നും കൈമാറിക്കൊണ്ട് എല്ലായിടത്തേക്കും വ്യാപിക്കുന്നു. അപ്പോൾ ഇനി തരംഗ ചലനം എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. വേവ് മോഷൻ. കണികകളുടെ കമ്പനം മൂലം മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടാവുന്ന വിക്ഷോഭം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതാണ് തരംഗ ചലനം. എന്താണ് തരംഗ ചലനം? കണികകളുടെ കമ്പനം മൂലം മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടാവുന്ന വിക്ഷോഭം മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി വ്യാപിക്കുന്നതിനെയാണ് തരംഗ ചലനം എന്ന് പറയുക. അപ്പോൾ തരംഗ ചലനങ്ങൾക്ക് ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ജലോപരിതലത്തിൽ രൂപം കൊള്ളുന്ന തരംഗം, റേഡിയോ തരംഗം, പ്രകാശ തരംഗം, ശബ്ദ തരംഗം. അപ്പോൾ ശബ്ദം എന്ന് പറയുന്നത് തരംഗ ചലനത്തിന് ഉദാഹരണമാണ് അല്ലേ. അപ്പോൾ ജലോപരിതലത്തിൽ രൂപം കൊള്ളുന്ന തരംഗം, റേഡിയോ തരംഗം, പ്രകാശ തരംഗം, ശബ്ദ തരംഗം, ഇതെല്ലാം എന്താണ്? തരംഗ ചലനത്തിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ, അപ്പോൾ തരംഗങ്ങൾക്കെല്ലാം സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമുണ്ടോ എന്നുള്ളതിന് പറ്റിയിട്ട് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമുള്ളവ: ജലോപരിതലത്തിൽ രൂപം കൊള്ളുന്ന തരംഗം. ഓക്കെ, സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമുള്ളതാണ്. സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ലാത്തത് ഏതാണ്? റേഡിയോ തരംഗം. ഓക്കെ, അതൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി പ്രസരണത്തിന് മാധ്യമം ആവശ്യമായ തരംഗങ്ങളാണ് യാന്ത്രിക തരംഗങ്ങൾ. ഓക്കെ, പ്രസരണത്തിന് മാധ്യമം ആവശ്യമായിട്ടുള്ള തരംഗങ്ങളെയാണ് യാന്ത്രിക തരംഗങ്ങൾ എന്ന് പറയുന്നത്. യാന്ത്രിക തരംഗങ്ങൾ പ്രധാനമായിട്ടും 2 വിധമുണ്ട്. ഓക്കെ, പ്രസരണത്തിന് മാധ്യമം ആവശ്യമായിട്ടുള്ള തരംഗങ്ങളെ യാന്ത്രിക തരംഗങ്ങൾ എന്ന് വിളിക്കുന്നു. യാന്ത്രിക തരംഗങ്ങൾ എത്ര വിധമാണ്? 2 വിധമാണ്. അനുപ്രസ്ഥ തരംഗവും അനുദൈർഘ്യ തരംഗവും. അനുപ്രസ്ഥ തരംഗവും അനുദൈർഘ്യ തരംഗവും.
അനുപ്രസ്ഥ തരംഗം ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, അനുപ്രസ്ഥ തരംഗം ഇതിൻ്റെ ചിത്രം കണ്ടോ, അത് എങ്ങനെ വേവ് ആയിട്ടാണ് ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, കയറിൻ്റെ ഒരഗ്രം ജനൽ കമ്പിൽ കെട്ടി ഉറപ്പിക്കുക, കയറിൽ ഒരു റിബണോ പേപ്പറോ വ്യക്തമായി കാണത്തക്ക വിധം ചുറ്റി ഉറപ്പിക്കുക, കയറിൻ്റെ സ്വതന്ത്ര അഗ്രത്തെ പിടിച്ച് മുകളിലോട്ടും താഴേക്കും ചലിപ്പിക്കുക. അപ്പോൾ തരംഗം എങ്ങനെയാണ് ഉണ്ടാവുക? ഈ ചിത്രത്തിൽ കാണുന്ന ഈ ഷേപ്പിലാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കുക. ചുറ്റിയ റിബൺ അല്ലെങ്കിൽ പേപ്പർ കഷ്ണത്തിൻ്റെ ചലനം എപ്രകാരമാണ്? എങ്ങനെയാണ്? റിബൺ ഉയരുകയും താഴുകയും ചെയ്യും അല്ലെ. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇത് എങ്ങോട്ട് ഉയരും, പിന്നെ താഴും, പിന്നെ ഉയരും, പിന്നെ താഴും, അങ്ങനെ ഉയരുകയും താഴുകയും ചെയ്യുക. ആ രീതിയിലാണ് ചലനം ഉണ്ടാവുന്നത്. തരംഗത്തിൻ്റെ ചലനദിശയോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ? ഉയരുകയും താഴുകയും ചെയ്യും. അത് എഴുതി വെക്കുക കേട്ടോ, ഉയരുകയും താഴുകയും ചെയ്യും. തരംഗത്തിൻ്റെ ചലനദിശയ്ക്ക് എന്താണ് സംഭവിക്കുക? തരംഗം തിരശ്ചീനമായിട്ട്, അതായത് റിബണിൻ്റെ ചലനത്തിന് ലംബമായിട്ട് ചലിക്കുകയാണ് ചെയ്യുക അല്ലെ. തരംഗം എങ്ങനെയാണ്? റിബണിൻ്റെ ചലനത്തിന് ലംബമായി ചലിക്കുന്നു. തരംഗം തിരശ്ചീനമായിട്ട്, അതായത് റിബണിൻ്റെ ചലനത്തിന് ലംബമായി ചലിക്കുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നോക്കുക, അനുപ്രസ്ഥ തരംഗങ്ങൾ എന്താണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളെയാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറയുന്നത്. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായിട്ട്, നമ്മളിപ്പോൾ പറഞ്ഞില്ലേ റിബണിൻ്റെ ചലന ദിശയ്ക്ക് ലംബമായിട്ടാണ് ഇവിടെ സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ലംബമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളെയാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. ഇനി താഴെ തന്നിരിക്കുന്നത് നോക്കാം. ജലോപരിതലത്തിലുണ്ടായ വിക്ഷോഭത്തിന് കളിവഞ്ചിയെ അകലേക്ക് എത്തിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജലോപരിതലത്തിലുണ്ടാകുന്ന വിക്ഷോഭത്തിന് കളിവഞ്ചിയെ അകലേക്ക് എത്തിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അതായത് ജലോപരിതലത്തിലുണ്ടായിട്ടുള്ള വിക്ഷോഭത്തിൻ്റെ ഫലമായിട്ട് അവിടെ രൂപപ്പെട്ടിട്ടുള്ള ഊർജ്ജ പ്രേഷണം എന്ത് ചെയ്യും? അനുപ്രസ്ഥ തരംഗം മൂലമാണ്. അപ്പോൾ ഈ ചലനം മൂലം ജലോപരിതലത്തിലെ കണികകൾക്ക് ലംബദിശയിലേക്കുള്ള കമ്പനം മാത്രമാണ് ഉണ്ടാവുന്നത്. നമ്മൾ പറഞ്ഞു അനുപ്രസ്ഥ തരംഗം എന്ന് പറയുന്നത് എന്താണ്? ലംബതലത്തിലാണ് അല്ലെ, ലംബദിശയിൽ മാത്രമാണ് കമ്പനം ചെയ്യുന്നത്. അപ്പം തിരശ്ചീന ദിശയിൽ ചലനം ഉണ്ടായാലാണ് എന്ത് സംഭവിക്കുക? കളിവഞ്ചി കരയിൽ നിന്ന് അകലാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അനുപ്രസ്ഥ തരംഗം എന്ന് പറയുമ്പോൾ ലംബദിശയിലായതുകൊണ്ട് എന്ത് സംഭവിക്കുന്നില്ല? കളിവഞ്ചി അകലേക്ക് പോകുന്നില്ല. തിരശ്ചീനമായിട്ടുള്ളത് തിരശ്ചീന ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടായാൽ മാത്രമാണ് എന്ത് സംഭവിക്കത്തുള്ളൂ? കളിവഞ്ചി കരയിൽ നിന്ന് അകലാനായിട്ട് കഴിയത്തുള്ളൂ. നമുക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ് അല്ലേ. അനുപ്രസ്ഥ തരംഗം എന്ന് പറഞ്ഞാൽ ലംബദിശയിലാണ്. അപ്പോൾ ലംബദിശയിൽ ഇങ്ങനെ ഉയർന്നും താഴ്ന്നു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ല? കളിവഞ്ചി അകലോട്ട് എത്തില്ല. തിരശ്ചീനമായിട്ടുള്ള ചലനമാണെങ്കിൽ മാത്രമാണ് എത്തുള്ളൂ. ഓക്കെ, അത് മനസ്സിലാക്കുക. ഇനി തരംഗങ്ങളുടെ സവിശേഷതകളാണ് പറയുന്നത്. തരംഗങ്ങളുടെ സവിശേഷതകളിൽ ഒന്നാണ് ആയതി. ആയതി അഥവാ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എന്താണ് ആയതി? തുലന സ്ഥാനത്തു നിന്ന് ഒരു കണികയ്ക്കുണ്ടാവുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണ് ആയതി. തുലന സ്ഥാനത്ത് നിന്ന് ഒരു കണികയ്ക്കുണ്ടാവുന്ന ഏറ്റവും കൂടിയ സ്ഥാനാന്തരമാണ് ആയതി. ആയതിയെ സൂചിപ്പിക്കുന്നത് എ എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ്, ആംപ്ലിറ്റ്യൂഡിൻ്റെ എ. അടുത്ത സവിശേഷതയാണ് തരംഗങ്ങളുടെ തരംഗദൈർഘ്യം അഥവാ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. എന്താണ് തരംഗദൈർഘ്യം? മാധ്യമത്തിലെ കണിക ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗദൈർഘ്യം. മാധ്യമത്തിലെ കണിക ഒരു കമ്പനം പൂർത്തീകരിച്ച സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗദൈർഘ്യം. ഇത് സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് കണികകൾ തമ്മിലുള്ള അകലത്തിന് തുല്യമാണ്. തരംഗദൈർഘ്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്താണ്? ലാംഡ. ലാംഡ എന്ന് പറയുന്ന ഗ്രീക്ക് അക്ഷരമാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. തരംഗദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ലെറ്റർ ഏതാണ്? ലാംഡയാണ്. അടുത്തത് പീരിയഡ്. അടുത്ത സവിശേഷതയാണ് പീരിയഡ്. അതായത് തരംഗം സഞ്ചരിക്കുമ്പോൾ മാധ്യമത്തിലെ ഒരു കണിക ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയത്തെയാണ് പീരിയഡ് എന്ന് പറയുന്നത്. തരംഗം സഞ്ചരിക്കുന്ന സമയത്ത് മാധ്യമത്തിലെ ഒരു കണിക ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് എന്ത്? തരംഗത്തിൻ്റെ പീരിയഡ് എന്ന് പറയുന്നത്. ഇത് ടി എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ടൈം പീരീഡ് എന്നുള്ള രീതിയിൽ ടി എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ്. പീരീഡിൻ്റെ യൂണിറ്റ് എന്താണ്? എസ് ആണ് അല്ലെ, സെക്കൻഡ് ആണ്. ദെൻ അടുത്ത സവിശേഷതയാണ് ആവൃത്തി അഥവാ ഫ്രീക്വൻസി.
ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് എന്താ ആവൃത്തി. ആവൃത്തിയുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചു. എഫ് ഈസ് ഈക്വൽ ടു എൻ ബൈ ടി ആണ് അല്ലേ. എഫ് ഈസ് ഈക്വൽ ടു എൻ ബൈ ടി ആണ്. അപ്പോൾ ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന കമ്പനങ്ങളുടെ എണ്ണമായതുകൊണ്ട് തന്നെ എൻ എന്ന് പറയുന്നത് എപ്പോഴും ടി എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് 1 ആയിരിക്കും അല്ലേ. അപ്പോൾ നോക്കുക, ആവൃത്തിയും പീരീഡും പരസ്പരം ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ എഫ് ഈസ് ഈക്വൽ ടു എന്താണ് 1 ബൈ ടി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സ് ആകുന്നു. ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ഹെഡ്സ് ആണ്. അത് എപ്പോഴും ചോദിക്കുന്നതാണ്. ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ്. ഇനി അടുത്ത സവിശേഷതയാണ് എന്ത്? തരംഗ വേഗം എന്ന് പറയുന്നത്. തരംഗ വേഗം, അതായത് ഒരു സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗവേഗം, സ്പീഡ് ഓഫ് വേവ്. ഒരു സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗവേഗം. അപ്പോൾ വേഗം കണക്കാക്കാനുള്ള ഇക്വേഷൻ എന്താണ്? വേഗം സമം നമുക്കറിയാം ദൂരം ബൈ സമയമാണ് അല്ലേ. ദൂരം ബൈ സമയമാണ് എന്ത്? വേഗം. വേഗത്തിൻ്റെ ഇക്വേഷൻ ദൂരം ബൈ സമയമാണ്. അപ്പോൾ ഒരു പീരീഡ് സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗ ദൈർഘ്യം. അങ്ങനെയാണെങ്കിൽ തരംഗ വേഗം, വേഗം എന്ന് പറയുന്നത് എന്താണ്? ദൂരം ബൈ സമയമാണ്. അപ്പോൾ തരംഗ ദൈർഘ്യമാണ് ദൂരം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ലാംഡ ബൈ ടി ആണ് വരിക. അതായത് ലാംഡയ്ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? ടിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? 1 ബൈ അല്ലേ. നോക്കുക, അപ്പോൾ വി ഈസ് ഈക്വൽ ടു തരംഗവേഗം വി ഈസ് ഈക്വൽ ടു 1 ബൈ ടി ഇൻറ്റു ലാംഡ എന്ന് എഴുതി കഴിഞ്ഞാൽ വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ എന്ന് വരും. ഓക്കെ, തരംഗവേഗത്തിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. വേഗത്തിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. വേഗത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക കേട്ടോ. വേഗം ഇസ് ഈക്വൽ ടു ദൂരം ബൈ സമയം ഓർത്തിരിക്കുക. വി ഇസ് ഈക്വൽ ടു എഫ് ലാംഡ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്തത് അനുപ്രസ്ഥ തരംഗത്തിൻ്റെ ഒരു പ്രത്യേക സമയത്തുള്ള ഗ്രാഫിക് ചിത്രീകരണം. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ചിത്രത്തിൽ കൂടിയ സ്ഥാനാന്തരത്തിലുള്ള ആയതിയിലുള്ള ബിന്ദുക്കൾ ഏതൊക്കെയാണ്? കൂടിയ സ്ഥാനാന്തരത്തിലുള്ള ബിന്ദുക്കൾ ഏതൊക്കെയാണ്? കൂടിയ സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതൊക്കെയാണ്? എ, സി, ഇ, ജി, ഐ, കെ, എം. ഇതാണ് എന്ത്? കൂടിയ സ്ഥാനാന്തരം അല്ലേ. കൂടിയ സ്ഥാനാന്തരത്തിലുള്ള ബിന്ദുക്കൾ ഏതൊക്കെയാണ്? എ, സി, ഇ, ജി, ഐ. ആ ഉയർന്നുയർന്ന് നിൽക്കുന്ന ഭാഗമില്ലേ, ഇത് ഇവിടെയും 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 ഈ പോയിന്റ് അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ത്? ഉയർന്ന അല്ലെ കൂടുതൽ ആയതിയിലുള്ള ബിന്ദുക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത്, ചിത്രത്തിൽ എത്ര ശൃംഗങ്ങളും ഗർത്തങ്ങളുമുണ്ട്? ചിത്രത്തിൽ എത്ര ശൃംഗങ്ങളും എത്ര ഗർത്തങ്ങളും ഉണ്ട്? എത്ര ശൃംഗങ്ങളാണുള്ളത്? നോക്കുക, 4 ശൃംഗങ്ങളുണ്ട് അല്ലേ. 1, 2, 3, 4 ശൃംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാണ്? ഈ മുകളിൽ കാണുന്നത് അല്ലേ, മുകളിലോട്ട് നിൽക്കുന്നതിനെയാണ് ശൃംഗങ്ങൾ എന്ന് പറയുക. അപ്പോൾ 1, 2, 3, 4 4 ശൃംഗങ്ങളാണുള്ളത്. ഗർത്തങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാണ്? താഴെ വരുന്നത് 1, 2, 3 3 ഗർത്തങ്ങളാണ് ഉള്ളത്. ശൃംഗങ്ങൾ എന്ന് പറയുന്നത് മുകളിലേതും താഴേതാണ് ഗർത്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ 4 ശൃംഗങ്ങളും 3 ഗർത്തങ്ങളും ഉണ്ട്. അടുത്തത് നോക്കുക, തരംഗചലനത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് എല്ലാ കണികകളും ഒരേ കമ്പനാവസ്ഥയിലാണോ? തരംഗചലനത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് എല്ലാ കണികകളും ഒരേ കമ്പനാവസ്ഥയിലാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ കണികകളും എങ്ങനെയല്ല? ഒരേ കമ്പനാവസ്ഥയിലാണോ? അല്ല, എല്ലാ കണികകളും ഒരേ കമ്പനാവസ്ഥയിൽ അല്ല എന്നുള്ളതാണ് ആൻസർ. എ എന്ന കണികയുമായി സമാന കമ്പനാവസ്ഥയിലുള്ള കണികകൾ ഏതൊക്കെയാണ്? ഓക്കെ, എയുമായിട്ട് സമാന കമ്പനാവസ്ഥയിലുള്ളത് ഏതൊക്കെയാണ്? നമുക്കിവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. എയുമായിട്ട് അതേ കമ്പനാവസ്ഥയിലുള്ളത് ഇ അല്ലേ. എയുടെ കൂടെയുള്ളത് ഏതാണ്? ഇ, ഐ, എം. ഇത് 3ഉമാണ് എയുമായിട്ട് ഒരേ കമ്പനാവസ്ഥയിലുള്ള കണികകൾ അല്ലേ. ഇ, ഐ, എം എന്ന് പറയുന്നവ. ഇനി സിക്ക് സമാനമായത് ഏതൊക്കെയാണ്? സിക്ക് സമാനമായവ ഏതൊക്കെയാണ്? താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം സിക്ക് സമാനമായത് ജിയും കെയും ആണ് അല്ലേ താഴെ കിടക്കുന്നത്. അപ്പോൾ ജിയും കെയും ആണ്. അടുത്തത് നോക്കുക, ചിത്രത്തിൽ തന്നിരിക്കുന്ന തരംഗത്തിൻ്റെ തരംഗ ദൈർഘ്യം എത്രയാണ്? ചിത്രത്തിൽ തന്നിരിക്കുന്നതിൻ്റെ തരംഗ ദൈർഘ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തരംഗ ദൈർഘ്യം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഇവിടെ മൊത്തം ഞാൻ വായിക്കുന്നുണ്ട്. നോക്കുക, തരംഗ ദൈർഘ്യം നോക്കുമ്പോൾ ഇവിടെ എത്രയാണ് വരുന്നത്? ഇവിടെ ഇയുടെ അവിടെ നോക്കുക, ഇയുടെ അവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? 5 ആണ് അല്ലേ. ഇവിടെ 5 ആണ്. ഇവിടെ എയുടെ അവിടെ 1 ആണ്. അപ്പോൾ 5ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ ഇവിടെ എത്ര വരും? ഡിഫറൻസ് 4 വരും. ഇനി അടുത്തത് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എയും ഐയും കൂടെ എടുത്തു കഴിഞ്ഞാലും ഇവിടെ ഐ എന്ന് പറയുന്നത് 9 ആണ്. ഇതെന്ന് പറയുന്നത് ഇ എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. അപ്പോൾ 9ഉം 5ഉം കൂടിയിട്ടുള്ള ഡിഫറൻസ് എത്രയാണ്? 4 ആണ്.
അടുത്ത ആൾ നോക്കുക, എം എന്ന് പറയുന്നത് 13 13 ഇവിടെ എത്രയാണ്? ഐ എന്ന് പറയുന്നത് 9 അപ്പോൾ 9ഉം 13ഉം വരുമ്പോൾ സമയത്ത് എത്രയാണ് ഡിഫറൻസ്? 4 വരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ എല്ലാം ഡിഫറൻസ് വരുന്നത് എത്രയാണ്? 4 വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 4 എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലേ? തരംഗദൈർഘ്യം എത്രയാണ്? 4 തരംഗദൈർഘ്യം വരുന്നത്. ഈ ഡിഫറൻസ് നോക്കുക, ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. ഇവിടെ നോക്കുക 4 എങ്ങനെയാണ് വരുന്നത്? ഇ എന്ന് പറയുന്നത് ഇവിടെ 5 5ൽ നിന്നും ഇവിടെ എയുടെ 1 കുറയ്ക്കുന്ന സമയത്ത് 5 - 1 ഇവിടെ എത്ര വരും? 4 വരും അല്ലേ? ഇവിടെ 9, ഐയും ഇയും തമ്മിലുള്ളത് എങ്ങനെയാണ് വരിക? ഇവിടെ 9 9 മൈനസ് ഇവിടുത്തെ 5 ചെയ്യുമ്പോൾ ഇവിടെയും 4 വരും ഡിഫറൻസ്. ഇവിടെ 13 ഈ 13ഉം 9ഉം കൂടെ മൈനസ് ചെയ്യുന്ന സമയത്ത് ഇവിടെയും 4 വരും അല്ലേ? അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ 4 ഇവിടുത്തെ തരംഗദൈർഘ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മാധ്യമത്തിലെ കണികകളുടെ കമ്പനം മൂലമാണല്ലോ തരംഗം രൂപപ്പെടുന്നത്. ചിത്രത്തിൽ എ എന്ന കണിക 5 സെക്കൻഡ് കൊണ്ട് 100 കമ്പനങ്ങൾ പൂർത്തിയാക്കുന്നുവെങ്കിൽ തരംഗത്തിന്റെ ആവൃത്തി എത്രയാണ്? അപ്പോൾ 5 സെക്കൻഡ് കൊണ്ട് ടൈം തന്നിട്ടുണ്ട്, 100 കമ്പനങ്ങൾ എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആവൃത്തി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? F = N/T ആണ്. N എന്ന് പറയുന്നത് എത്രയാണ്? 100 എന്ന് തന്നിട്ടുണ്ട്. T എന്ന് പറയുന്നത് 5 എന്ന് തന്നിട്ടുണ്ട്. 5 സെക്കൻഡ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? 5 സെക്കൻഡ് കൊണ്ട്. അപ്പോൾ 100/5 100/5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 20 ഹെർട്സ് അല്ലേ? 20 ഹെർട്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആവൃത്തി കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക കേട്ടോ. F = N/T ആണ്. ഇനി ഇവിടെ ഇതുപോലെ 2 ചിത്രം കൊടുത്തിട്ടുണ്ട്. 7.4 എയും ബിയും എന്ന് പറഞ്ഞ് 2 ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ കുറേ ചോദ്യങ്ങളും തന്നിട്ടുണ്ട്. നോക്കുക, ഒന്നാമത്തെ തരംഗത്തിൻ്റെ തരംഗദൈർഘ്യം എത്രയാണ്? രണ്ടിൻ്റെയും തരംഗദൈർഘ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തേതിൻ്റെ തരംഗദൈർഘ്യം എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതുപോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ 5 ഇവിടെ 1, അപ്പോൾ 5ഉം 1ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 4 അല്ലേ? ഇവിടെ 9 വരുന്നത്, ഇവിടെ 5 വരുന്നത്. 9 - 5 എത്രയാണ്? 4 വരുന്നത്. ഇവിടെ എത്രയാണ് വരുന്നത്? അപ്പോൾ ഇവിടെ വരുന്ന തരംഗദൈർഘ്യം എന്ന് പറയുന്നത് എത്രയാണ്? 4 അല്ലേ? 4 മീറ്ററാണ് ആദ്യത്തേത്. ഒന്നാമത്തെ തരംഗത്തിൻ്റേത് 4 മീറ്ററാണ്. ഇനി രണ്ടാമത്തെ തരംഗത്തിൻ്റേത് എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത്തേത് നോക്കുക, ഇവിടെ ഡിഫറൻസ് വരുന്നത് എത്രയാണ്? 1 2. ഇവിടെ നോക്കുക, ഇവിടെ 3 ഇവിടെ 1, അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഇവിടെ 2 വരുന്നുണ്ട് അല്ലേ? ഇവിടെ 4 ഇവിടെ 6, അപ്പോൾ ഇവിടെ ഡിഫറൻസ് എത്രയാണ്? 2 വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 മീറ്ററാണ് തരംഗദൈർഘ്യം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഒന്നാമത്തേതിൻ്റെ 4, രണ്ടാമത്തേതിൻ്റെ 2 മീറ്ററുമാണ് വരുന്നത്. ഓക്കെ, തരംഗദൈർഘ്യം. ഇനി അടുത്തത്, ഏത് തരംഗത്തിനാണ് തരംഗദൈർഘ്യം കൂടുതൽ? ഏതിനാണ് തരംഗദൈർഘ്യം കൂടുതലായിട്ട് വരുന്നത്? ഒന്നാമത്തേതിനാണ് അല്ലേ? 4 മീറ്റർ എന്ന് പറയുമ്പോൾ തരംഗദൈർഘ്യം കൂടുതൽ ഏതിനാണ്? ഒന്നാമത്തേതിനാണ് എന്നുള്ളത് മനസ്സിലായി. ഇനി അടുത്തത് നോക്കുക, 0.25 സെക്കൻഡ് കൊണ്ടാണ് തരംഗങ്ങൾ ഇത്രയും ദൂരം സഞ്ചരിച്ചതെങ്കിൽ ഓരോ തരംഗത്തിൻ്റെയും ആവൃത്തി കണക്കാക്കുക. ഓരോ തരംഗത്തിൻ്റെയും ആവൃത്തിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രയാണ്? നമുക്ക് സെക്കൻഡ് തന്നിട്ടുണ്ട്, സമയം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ആവൃത്തി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? F = N/T എന്നുള്ള ഇക്വേഷൻ എഴുതാം. N എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ N എന്ന് പറയുന്നത് എത്രയാണ്? 1 2 3 അല്ലേ? അപ്പോൾ N എന്ന് പറയുന്നത് 3 അപ്പോൾ 3 / T എത്രയാണ്? നമുക്ക് തന്നിട്ടുണ്ട് 0.25 സെക്കൻഡ് ആണ് അല്ലേ? അപ്പോൾ 3/0.25 സെക്കൻഡ്. അപ്പോൾ ഈ പോയിന്റ് മാറ്റാനായിട്ട് നമ്മൾ 100 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? 300 / 25 എന്നായിട്ട് മാറും അല്ലേ? പോയിന്റ് കളയാനായിട്ട് നമ്മൾ രണ്ടിടത്തും 100 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 300/25 ആയിട്ട് മാറും. അതായത് 12 ഹെർട്സ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പോൾ ആവൃത്തി എത്രയാണ്? 12 ഹെർട്സ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ആവൃത്തി കൂടുന്നതിനനുസരിച്ച് തരംഗദൈർഘ്യത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്? ആവൃത്തി കൂടുന്നതിനനുസരിച്ച് നമ്മൾ നേരത്തെ പഠിച്ചതേ ഉള്ളൂ അല്ലേ? ആവൃത്തി കൂടുന്നതിനനുസരിച്ച് ആനുപാതികമായിട്ട് എന്ത് ചെയ്യും? തരംഗദൈർഘ്യം കുറയുകയാണ് ചെയ്യുക. ഓക്കെ, ആവൃത്തി കൂടുന്നതിനനുസരിച്ച് ആനുപാതികമായിട്ട് തരംഗദൈർഘ്യം കുറയുകയാണ് ചെയ്യുക. ഇതിൽ നിന്ന് സ്ഥിരവേഗത്തിലുള്ള തരംഗത്തിൻ്റെ ആവൃത്തി കൂടുമ്പോൾ തരംഗദൈർഘ്യം കുറയുന്നു എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതാണ്. അപ്പോൾ ആവൃത്തി എന്ന് പറയുന്നത് തരംഗദൈർഘ്യത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. അത് മനസ്സിലാക്കി വെക്കുക. ആവൃത്തി എന്ന് പറയുന്നത് തരംഗദൈർഘ്യത്തിന് എങ്ങനെയാണ്? വിപരീത അനുപാതത്തിലായിരിക്കും. ഓക്കെ, അപ്പോൾ അത് കിട്ടിയല്ലോ. ഇനി നോക്കുക, അടുത്തത് ഇവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലേ? ഒരു ചിത്രം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചോദ്യങ്ങൾ നോക്കാം.
തരംഗത്തിൻ്റെ ആയതി എത്രയാണ്? തരംഗത്തിൻ്റെ ആയതി എന്ന് പറയുന്നത് ഇത് ഇവിടെ നോക്കുക 1, 2 അല്ലേ, ഇത്രയാണ് വരുന്നത്. അപ്പോൾ 2 സെൻറ്റിമീറ്റർ ആണ് അല്ലേ, 2 സെൻറ്റിമീറ്റർ. തരംഗ ദൈർഘ്യം എത്രയാണ്? തരംഗ ദൈർഘ്യം എത്രയാണ്? തരംഗ ദൈർഘ്യം എന്ന് പറയുമ്പോൾ ദേ ഇവിടെ 4 ആണ്, ഇവിടെ 12 ആണ്. അപ്പോൾ 4ഉം 12ഉം തമ്മിലുള്ള വ്യത്യാസം 8 ആണ് വരിക. ഇവിടെ 12, ഇവിടെ 20, വ്യത്യാസം എത്രയാണ്? 8. ഇവിടെ 20 അല്ലേ, ഇവിടെ 28. അപ്പോൾ എത്ര വ്യത്യാസം വരും? 8 ആണ് വരിക. അപ്പോൾ 8 ആണ് തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത്, 8 മീറ്റർ ആണ്. ഓക്കെ, അടുത്തത് 0.2 സെക്കൻഡ് കൊണ്ട് തരംഗം എയിൽ എത്തിയെങ്കിൽ തരംഗത്തിൻ്റെ ആവൃത്തി കണക്കാക്കുക. 0.2 സെക്കൻഡ് കൊണ്ട് തരംഗം എയിൽ എത്തിയെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആവൃത്തിയുടെ ഇക്വേഷൻ എന്താണ്? F = n/t ആണ് അല്ലേ. അപ്പോൾ n എന്ന് പറയുന്നത് എത്രയാണ്? എയിലെത്തി എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം 3 ആണ്. n എന്ന് പറയുന്നത് എത്രയാണ്? 1, 2, 3 ആണ് അല്ലേ. അപ്പോൾ 3/t എത്രയാണ്? 0.2 ആണ്. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ പോയിന്റ് കളയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 10 കൊണ്ട് ഗുണിക്കണം അല്ലേ. പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനമാണുള്ളത്, 0.2 ആണ്. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 3നെയും 0.2നെയും 10 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമുക്ക് 30/2 എന്ന് കിട്ടും. അതായത് 15 ഹെർട്സ് ആണ് വരിക. ഓക്കെ ആണല്ലോ. അപ്പോൾ ആവൃത്തി എത്രയാണ്? 15 ഹെർട്സ് ആണ്. അടുത്തത് തരംഗവേഗം കണക്കാക്കുക. തരംഗവേഗത്തിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? V = എത്രയാണ്? F ലാംഡ. V = F ലാംഡ. F നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, എത്രയാണ്? 15 ഹെർട്സ് അല്ലേ. അപ്പോൾ 15 × ലാംഡ എന്ന് പറയുന്നത് എത്രയാണ്? തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, അപ്പോൾ 15 × 8 എന്ന് പറയുമ്പോൾ എത്രയാണ്? 120 മീറ്റർ/സെക്കൻഡ് ആണ് എന്ത്? തരംഗ വേഗം എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയാണ് മനസ്സിലായല്ലോ? ഇക്വേഷൻ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് അനുദൈർഘ്യ തരംഗമാണ്. നമ്മൾ ഇത്രയും നേരം അനുപ്രസ്ഥ തരംഗത്തെക്കുറിച്ചാണ് പഠിച്ചത്. ഇനി അനുദൈർഘ്യ തരംഗത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക, അനുദൈർഘ്യ തരംഗം പറയുന്നതിന് മുന്നേ ഇത് പഠിച്ചിരിക്കണം. അതായത് ഉച്ചമർദ്ദ മേഖല എന്താണ്, നീചമർദ്ദ മേഖല എന്താണ്. എന്താണ് ഉച്ചമർദ്ദ മേഖല? വായു തന്മാത്രകൾ അടുത്തു നിൽക്കുന്ന ഭാഗത്ത് ഉന്നത മർദ്ദം അനുഭവപ്പെടും. ഇത്തരം മർദ്ദമേഖലകളെ ഉച്ചമർദ്ദ മേഖലകൾ എന്ന് പറയുന്നു. വായു തന്മാത്രകൾ അടുത്തു നിൽക്കുന്ന ഭാഗത്ത് ഉന്നത മർദ്ദം അനുഭവപ്പെടുന്നു. ഈ ഭാഗങ്ങളെയാണ് ഉച്ചമർദ്ദ മേഖലകൾ എന്ന് പറയുന്നത്. അപ്പോൾ തന്മാത്രകൾ അകന്നു നിൽക്കുന്ന ഭാഗത്ത് എന്ത് സംഭവിക്കും? മർദ്ദം കുറവായിരിക്കും. ഈ മേഖലകളെയാണ് നീചമർദ്ദ മേഖലകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അനുപ്രസ്ഥ തരംഗം നോക്കാം. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ സഞ്ചാരദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗം. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിൻ്റെ സഞ്ചാര ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്നതാണ് അനുദൈർഘ്യ തരംഗം. ഇവ മാധ്യമത്തിൽ ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും രൂപപ്പെടുത്തിയിട്ടാണ് സഞ്ചരിക്കുന്നത്. ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും രൂപപ്പെടുത്തിയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഓക്കെ, കാണുന്നുണ്ടല്ലോ. ഇവിടെ ഉച്ചമർദ്ദ മേഖലയും നീചമർദ്ദ മേഖലയും ഒക്കെ എന്താണ് രൂപീകരിച്ച് ശബ്ദം വരുന്നതിനെയാണ് കാണിച്ചിരിക്കുന്നത്, ഒരു ചിത്രത്തിലൂടെ കാണിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കുക, ഇവിടെ ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ചിത്രത്തിൽ കാണുന്ന അനുദൈർഘ്യ തരംഗത്തിൽ എത്ര ഉച്ചമർദ്ദ മേഖലകളുണ്ട്? എത്ര ഉച്ചമർദ്ദ മേഖലകളുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ഉച്ചമർദ്ദ മേഖലകൾ എന്ന് പറയുന്നത്? ദേ ഇവിടെ ഫസ്റ്റ് കാണുന്ന ഡാർക്ക് ഷെയ്ഡിൽ കൊടുത്തിട്ടുള്ള സി അല്ലേ. 1, 2, 3, 4 ഉച്ചമർദ്ദ മേഖലകളാണ് ഉള്ളത്. ഓക്കെ, ഉച്ചമർദ്ദ മേഖലകളെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഏത് ലെറ്റർ കൊണ്ടാണ്? സി കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, ഉച്ചമർദ്ദ മേഖലകൾ അഥവാ കംപ്രഷൻ. ഓക്കെ, കംപ്രഷൻ എന്ന് പറയുമ്പോൾ സി ആണ് ഉച്ചമർദ്ദ മേഖലകൾ. നീചമർദ്ദ മേഖലകളെ R, റെയർ ഫാക്ഷൻസ്. ഓക്കെ, R എന്നുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സി എന്ന് പറയുന്നത് ഉച്ചമർദ്ദ മേഖലകളാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഉച്ചമർദ്ദ മേഖലകൾ സി ആണ് അക്ഷരം. അപ്പോൾ എത്ര സി ഉണ്ട്? 1, 2, 3, 4 സി ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഉച്ചമർദ്ദ മേഖലകൾ 4 ആണുള്ളത്. ഇനി അനുപ്രസ്ഥ തരംഗങ്ങളും അനുദൈർഘ്യ തരംഗങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. നമുക്കിവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. അപ്പോൾ അവ തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പിക്ചർ വരയ്ക്കുന്നതിലുള്ള വ്യത്യാസം. അനുപ്രസ്ഥ തരംഗം എന്ന് പറയുമ്പോൾ ഉയർന്നും താഴ്ന്നും ഇങ്ങനെ തരംഗങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഉണ്ടാവുക. അനുദൈർഘ്യ തരംഗം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉച്ചമർദ്ദ മേഖലയും നീചമർദ്ദ മേഖലയായിട്ടാണ് സമാന്തരമായിട്ടാണ് സഞ്ചരിക്കുന്നത് അല്ലേ. ഇവിടെ ലംബമായിട്ടാണ് സഞ്ചരിക്കുന്നത്, ഇവിടെ സമാന്തരമായിട്ട് സഞ്ചരിക്കുന്നു. ആ ഡിഫറൻസ് ഉണ്ട്. ഇനി അടുത്തത് നോക്കുക,
കണികകൾ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യുന്നു. അതാണ് വരച്ചിരിക്കുന്നത്. ഇവിടെ സമാന്തരമായി കമ്പനം ചെയ്യുന്നു. അത് മനസ്സിലായല്ലോ. ഇനി അടുത്ത പോയിന്റ് നോക്കുക. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും ഉണ്ടാവുന്നു. എവിടെ? അനുദൈർഘ്യ തരംഗങ്ങളിൽ ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളും ഉണ്ടാവുന്നു. അനുപ്രസ്ഥ തരംഗത്തിൽ എന്താണ് ഉണ്ടാവുന്നത്? എഴുതി വച്ചേക്കുക. ശൃംഗങ്ങളും ഗർത്തങ്ങളും നമ്മൾ പഠിച്ചല്ലേ, ഉയർന്നു നിൽക്കുന്ന ഭാഗം ശൃംഗവും എന്നും താഴ്ന്നു നിൽക്കുന്ന ഭാഗം ഗർത്തമാണ്. അപ്പോൾ ശൃംഗങ്ങളും അതുപോലെ തന്നെ ഗർത്തങ്ങളും ഉണ്ടാകുന്നു അല്ലെ. അനുപ്രസ്ഥ തരംഗത്തിൽ ശൃംഗങ്ങളും ഗർത്തങ്ങളും ഉണ്ടാവുന്നു. അനുദൈർഘ്യ തരംഗത്തിൽ എന്താണ് ഉണ്ടാവുക? ഉച്ചമർദ്ദ മേഖലകളും നീചമർദ്ദ മേഖലകളുമാണ് ഉണ്ടാവുന്നത്. ഇവിടെ 3 പോയിന്റ്സ് ആണ് തന്നിട്ടുള്ളത്. കുറച്ച് പോയിന്റ്സും കൂടെ 2 പോയിന്റ്സും കൂടെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അനുപ്രസ്ഥ തരംഗത്തിൽ ഖരവസ്തുക്കളുടെയും ദ്രാവകങ്ങളുടെയും ഉപരിതലത്തിൽ രൂപം കൊള്ളുന്നതാണ് അനുപ്രസ്ഥ തരംഗം. എവിടെയാണ്? ഖരവസ്തുക്കളുടെയും ദ്രാവകങ്ങളുടെയും ഉപരിതലത്തിൽ രൂപം കൊള്ളുന്നതാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ. അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഖരം, ദ്രാവകം, വാതകം ഇത് 3ലും ഉണ്ടാവും അനുദൈർഘ്യ തരംഗം. ഓക്കെ, അപ്പോൾ അനുപ്രസ്ഥ തരംഗം എവിടേക്കാണ്? ഖരവസ്തുക്കളുടെയും ദ്രാവകങ്ങളുടെയും മാത്രം ഉപരിതലത്തിൽ രൂപം കൊള്ളുന്നു. അനുദൈർഘ്യ തരംഗം എന്ന് പറയുമ്പോൾ ഖരത്തിലും ദ്രാവകത്തിലും വാതകത്തിലും ഇവയിൽ 3ലും ഉണ്ടാവും. ഓക്കെ, ഇനി അനുപ്രസ്ഥ തരംഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഇലാസ്തിക തരംഗങ്ങളും നോൺ ഇലാസ്തിക തരംഗങ്ങളും ഉണ്ടാവാം. ഓക്കെ, ഇലാസ്തിക തരംഗങ്ങൾ ഉണ്ടാവാം, നോൺ ഇലാസ്തിക തരംഗങ്ങൾ ഉണ്ടാവും. എക്സാമ്പിൾ, അനുപ്രസ്ഥ തരംഗത്തിന് എക്സാമ്പിൾ ഏതാണ്? പ്രകാശ തരംഗം, റേഡിയോ തരംഗം. ഓക്കെ, പ്രകാശ തരംഗം, റേഡിയോ തരംഗം എന്നിവ എന്താണ്? അനുപ്രസ്ഥ തരംഗങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. എഴുതി വെക്കുക. അനുദൈർഘ്യ തരംഗം എന്ന് പറയുമ്പോൾ ഇലാസ്തിക തരംഗങ്ങൾ മാത്രമാണ് ഉള്ളത്. അതിന് എക്സാമ്പിൾ ആണ് ശബ്ദതരംഗം. ഓക്കെ, ശബ്ദതരംഗം, സീസ്മിക് തരംഗം. സീസ്മിക് തരംഗം, ശബ്ദതരംഗം എന്നിവ എന്താണ്? അനുദൈർഘ്യ തരംഗം. അപ്പോൾ നമ്മൾ ശബ്ദത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? അനുദൈർഘ്യ തരംഗമാണ് എന്ന് നമ്മൾ പഠിക്കുന്നു. അപ്പോൾ നമ്മൾ അനുപ്രസ്ഥ തരംഗത്തിന് എക്സാമ്പിൾ പറഞ്ഞു, പ്രകാശ തരംഗം അല്ലേ. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പ്രകാശത്തെക്കുറിച്ച് പഠിക്കും. പ്രകാശം എന്താണ്? ഒരു അനുപ്രസ്ഥ തരംഗമാണ്. ശബ്ദം എന്താണ്? ഒരു അനുദൈർഘ്യ തരംഗമാണ്. ചോദിക്കാം പരീക്ഷയ്ക്ക്. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ശബ്ദത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു ശബ്ദപ്രേഷണത്തിന് എന്താവശ്യമാണ് എന്ന് പഠിച്ചു. മാധ്യമം ആവശ്യമാണ് എന്ന് പറഞ്ഞു അല്ലേ. ഒരു മാധ്യമത്തിലൂടെ ശബ്ദം എങ്ങനെയാണ് പ്രേഷണം ചെയ്യുന്നത്? ഒരു സ്രോതസ്സിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം മാധ്യമത്തിൽ തുടർച്ചയായി ഉണ്ടാക്കുന്ന മർദ്ദവ്യതിയാന ഗ്രാഫിൻ്റെ ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ട്. അപ്പോൾ ചിത്രം നിങ്ങൾ നോക്കുക. എന്നിട്ട് ഇവിടെ ചിത്രം 7.9a CR എന്നിവ എന്തിനെ സൂചിപ്പിക്കുന്നു? നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ അല്ലേ. CR എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? C എന്ന് പറയുന്നത് എന്താണ്? ഉച്ചമർദ്ദ മേഖലകളാണ് അല്ലേ. C എന്ന് പറയുന്നത് ഉച്ചമർദ്ദ മേഖലയാണ്. R എന്ന് പറയുന്നത് എന്താണ്? നീചമർദ്ദ മേഖലയാണ്. അത് നമുക്കറിയാം. അടുത്തത് 7.9bയിൽ നിന്ന് തരംഗദൈർഘ്യം കണ്ടെത്തി എഴുതുക. 7.9b എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ ഇവിടെ തരംഗദൈർഘ്യം കണ്ടെത്തി എഴുതുക. തരംഗദൈർഘ്യം എന്ന് പറയുന്നത് എത്രയാണ്? 1 മീറ്റർ ആണ് അല്ലേ. 1 മീറ്റർ ആണ് തരംഗദൈർഘ്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഇവിടെ വരുന്ന തരംഗദൈർഘ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചല്ലോ. അപ്പോൾ ഇവിടെ 1 മീറ്റർ ആണ് തരംഗദൈർഘ്യം വരുന്നത്, ലാംഡ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് വേഗം. വേഗത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? തരംഗത്തിൻ്റെ വേഗം എന്ന് പറയുന്നത് നോക്കുക. തരംഗത്തിൻ്റെ ആവൃത്തി 92 ഹെർട്സ് ആണെന്ന് തന്നിട്ടുണ്ട്. വേഗം എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ തരംഗത്തിൻ്റെ ആവൃത്തി നമുക്ക് തന്നു കഴിഞ്ഞാൽ എന്ത് കാണാം? വേഗം കാണാം. വേഗം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? V = F ലാംഡയാണ്. F എന്ന് പറയുന്നത് എത്രയാണ്? 92 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഹെഡ്സ് 92 ഹെഡ്സ് ആണ്. ഇൻറ്റു ലാംഡ. ലാംഡ എന്ന് പറയുന്നത് തരംഗദൈർഘ്യം എത്രയാണ്? 1 ആണ്. അപ്പോൾ 92 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ എന്താണ്? 92 തന്നെയാണ് വരിക. 92 മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. 92 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇതിൻ്റെ വേഗം എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയല്ലോ. ഇനി അടുത്തത് ശബ്ദവേഗം. ഓക്കെ, അതിന് മുന്നേ അനുദൈർഘ്യ തരംഗത്തിൻ്റെ തരംഗദൈർഘ്യം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് നോക്കാം. അടുത്തടുത്ത 2 മർദ്ദം കൂടിയ മേഖലകൾ തമ്മിലോ മർദ്ദം കുറഞ്ഞ മേഖലകൾ തമ്മിലുള്ള അകലമാണ് അനുദൈർഘ്യ തരംഗത്തിൻ്റെ തരംഗദൈർഘ്യമായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അടുത്തടുത്ത 2 മർദ്ദം കൂടിയ മേഖലകൾ തമ്മിലോ, അതായത് ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലോ അല്ലെങ്കിൽ 2 നീചമർദ്ദ മേഖലകൾ തമ്മിലുള്ള തരംഗദൈർഘ്യത്തിൻ്റെ ആ ഒരു ഡിഫറൻസിനെയാണ് ഇവിടെ തരംഗദൈർഘ്യമായിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് ശബ്ദവേഗം, സ്പീഡ് ഓഫ് സൗണ്ട് ആണ് പറയുന്നത്. ഇവിടെ നോക്കുക, ശബ്ദം എല്ലാ മാധ്യമങ്ങളിലൂടെയും ഒരേ വേഗത്തിലാണോ
സഞ്ചരിക്കുന്നത്? ശബ്ദം എന്ന് പറയുന്നത് എല്ലാ മാധ്യമങ്ങളിലൂടെയും ഒരേ വേഗത്തിലാണോ സഞ്ചരിക്കുന്നത്? അല്ല, അല്ലേ? എല്ലാ മാധ്യമത്തിലൂടെയും ഒരേ വേഗത്തിലല്ല സഞ്ചരിക്കുന്നത്. അപ്പോൾ ഓരോ മാധ്യമത്തിലും ശബ്ദത്തിൻ്റെ വേഗത വ്യത്യാസത്തിലായിരിക്കും. അപ്പോൾ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതൊന്ന് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതായത് ആർദ്രത കൂടിക്കഴിഞ്ഞാൽ വേഗത കൂടും. ഓക്കെ, ആർദ്രത കൂടിക്കഴിഞ്ഞാൽ നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ആർദ്രത കൂടിക്കഴിഞ്ഞാൽ വേഗത കൂടും. സാന്ദ്രത കുറഞ്ഞു കഴിഞ്ഞാൽ വേഗത കൂടും. സാന്ദ്രത കുറഞ്ഞു കഴിഞ്ഞാൽ വേഗത കൂടും. കാറ്റ്, അതുപോലെ തന്നെ താപനില കൂടിക്കഴിഞ്ഞാൽ വേഗത കൂടും. മാധ്യമത്തിൻ്റെ സ്വഭാവം, ഇത്രയും കാര്യങ്ങളാണ് ശബ്ദത്തിൻ്റെ വേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഏതൊക്കെയാണ്? ആർദ്രത, സാന്ദ്രത, കാറ്റ്, താപനില, മാധ്യമത്തിൻ്റെ സ്വഭാവം എന്നീ ഘടകങ്ങളാണ് ശബ്ദത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇവിടെ താപനിലയും ശബ്ദവേഗവും എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. മാധ്യമങ്ങളുടെ താപനില വ്യത്യാസപ്പെടുമ്പോൾ അവയിലൂടെയുള്ള ശബ്ദവേഗത്തിനും വ്യത്യാസമുണ്ടാകുന്നു. ഏതൊരു മാധ്യമത്തിലും താപനില വർദ്ധിക്കുമ്പോൾ അതിലൂടെയുള്ള ശബ്ദവേഗവും വർദ്ധിക്കുന്നു. ഉദാഹരണമായിട്ട് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വായുവിലൂടെ ശബ്ദം സഞ്ചരിക്കുന്നത് 331 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിലാണ്. എന്നാൽ വായുവിൻ്റെ താപനില 20 ഡിഗ്രി സെൽഷ്യസ് ആവുമ്പോൾ ശബ്ദവേഗം 343 മീറ്റർ പെർ സെക്കൻഡും 25 ഡിഗ്രി സെൽഷ്യസ് ആവുമ്പോൾ 346 മീറ്റർ പെർ സെക്കൻഡും ആവുന്നു. അപ്പോൾ താപനില കൂടുമ്പോൾ എന്ത് കൂടുന്നുണ്ട്? വേഗതയും കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ആർദ്രത കൂടിക്കഴിഞ്ഞാലും വേഗത കൂടും. സാന്ദ്രത കുറഞ്ഞു കഴിഞ്ഞാൽ വേഗത കൂടും. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്തത് ശബ്ദത്തിൻ്റെ പ്രതിപതനം റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആണ്. ശബ്ദത്തിൻ്റെ പ്രതിപതനം എന്ന് പറയുമ്പോൾ ഇവിടെ പഠിക്കാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് മിനുസമുള്ള പ്രതലങ്ങളിൽ തട്ടി ശബ്ദം നന്നായി പ്രതിപദിക്കും. അത് ഓർത്തിരിക്കുക കേട്ടോ. മിനുസമുള്ള പ്രതലങ്ങളിൽ തട്ടി ശബ്ദം നല്ല രീതിയിൽ പ്രതിപദിക്കും എന്ന് ഓർത്തിരിക്കുക. ഇനി ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനം, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനം. എന്താണ് ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനം? ശബ്ദം വ്യത്യസ്ത വസ്തുക്കളിൽ തട്ടി തുടർച്ചയായി പ്രതിപദിക്കുന്നതിനെയാണ് ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനം എന്ന് പറയുന്നത്. ഓക്കെ, ശബ്ദം വ്യത്യസ്ത വസ്തുക്കളിൽ തട്ടി തുടർച്ചയായി പ്രതിപദിക്കുന്നതാണ് ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനം. അപ്പോൾ ഈ ആവർത്തന പ്രതിപതനം പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പഠിച്ചു വെക്കണം. ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനം പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. ഒന്ന്, മെഗാഫോൺ, ഹോണുകൾ, സംഗീതോപകരണങ്ങളായിട്ടുള്ള ട്രംപറ്റ്സ്, നാദസ്വരം തുടങ്ങിയവ നിർമ്മിച്ചിരിക്കുന്നത് അവയിൽ നിന്നുമുള്ള പുറപ്പെടുന്ന ശബ്ദം മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാതെ ഒരു നിശ്ചിത ദിശയിൽ മാത്രം സഞ്ചരിക്കത്തക്ക രീതിയിലാണ്. ഇത്തരം ഉപകരണങ്ങളിൽ കോണിക്കൽ ആകൃതിയിലുള്ള തുറന്ന ഭാഗം ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതന ഫലമായിട്ടുള്ള തരംഗങ്ങളെ ഒരു നിശ്ചിത ദിശയിലേക്ക് നയിച്ച് ഉയർന്ന അളവിൽ കേൾക്കാൻ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ മെഗാഫോൺ, ഹോണുകൾ, സംഗീതോപകരണങ്ങളായിട്ടുള്ള ട്രംപറ്റ്സ്, നാദസ്വരം തുടങ്ങിയവയിൽ നിർമ്മിച്ചിരിക്കുന്നത് പുറപ്പെടുവിക്കുന്ന ശബ്ദം മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാതെ ഒരു നിശ്ചിത ദിശയിൽ മാത്രം സഞ്ചരിക്കത്തക്ക രീതിയിലാണ്. അപ്പോൾ അത് ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനത്തിന് എക്സാമ്പിളാണ്. അതുപോലെ സ്റ്റെതസ്കോപ്പ് ചോദിക്കാറുള്ളതാണ് കേട്ടോ. സ്റ്റെതസ്കോപ്പ് എന്തിന് എക്സാമ്പിളാണ്? ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനത്തിന് എക്സാമ്പിളാണ്. മനുഷ്യ ശരീരത്തിലെ മിടിപ്പുകൾ, പ്രത്യേകിച്ചും ഹൃദയമിടിപ്പ് അറിയാൻ സഹായിക്കുന്നു. ഹാളുകളുടെ സീലിങ്ങുകൾ വളച്ച് നിർമ്മിക്കുന്നത്. ഓക്കെ, ഹാളുകളുടെ സീലിങ്ങുകൾ വളച്ച് നിർമ്മിക്കുന്നത് ഒരു സ്രോതസ്സിലുണ്ടാവുന്ന ശബ്ദം ആവർത്തന പ്രതിപതനത്തിൻ്റെ ഫലമായി ഹാളിൻ്റെ എല്ലാ ഭാഗത്തേക്കും വ്യാപിക്കാൻ സഹായിക്കുന്നു. സൗണ്ട് ബോർഡുകൾ എക്സാമ്പിളാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റേജിന് പിന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന വളഞ്ഞ സൗണ്ട് ബോർഡുകൾ ആവർത്തന പ്രതിപതനത്തിലൂടെ ശബ്ദത്തെ ഹാളിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നു. ഗിറ്റാർ, വയലിൻ തുടങ്ങിയ സംഗീതോപകരണങ്ങളുടെ ബോർഡുകളും സൗണ്ട് ബോർഡുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനത്തിന് എക്സാമ്പിൾ പഠിച്ചു വയ്ക്കാം. അടുത്തത് അനുരണനം. ഓക്കെ, റിവർബറേഷൻ. ഓക്കെ, റിവർബറേഷൻ എന്ന് പറയുന്നത് എന്താണ്? അനുരണനം. അതായത് ആവർത്തന പ്രതിപതനത്തിൻ്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കത്തെയാണ് എന്തെന്ന് പറയുന്നത്? അനുരണനം എന്ന് പറയുന്നത്. അനുരണനം എന്ന് വെച്ചാൽ എന്താണ്? ആവർത്തന പ്രതിപതനം എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ആവർത്തന പ്രതിപതനത്തിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന തുടർച്ചയായിട്ടുണ്ടാവുന്ന മുഴക്കത്തെയാണ് അനുരണനം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ശ്രവണ സ്ഥിരത എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പെർസിസ്റ്റൻസ് ഓഫ് ഓഡിബിലിറ്റി. അതായത് ഒരു ശബ്ദം ചെവിയിലുണ്ടാക്കുന്ന ശ്രവണാനുഭവം
1/10 സെക്കൻഡ് അല്ലെങ്കിൽ 0.1 സെക്കൻഡ് സമയത്തേക്ക് ചെവിയിൽ തങ്ങി നിൽക്കും. ചെവിയുടെ ഈ പ്രത്യേകതയാണ് നമ്മൾ ശ്രവണ സ്ഥിരത എന്ന് പറയുന്നത്. 0.1 സെക്കൻഡ് സമയത്തിനുള്ളിൽ മറ്റൊരു ശബ്ദം ചെവിയിൽ പതിച്ചാൽ അവ ഒരുമിച്ച് കേൾക്കുന്ന പ്രതീതിയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ശബ്ദം നമ്മുടെ ചെവിയിൽ ഉണ്ടാക്കുന്ന ശ്രവണാനുഭവം എത്ര നേരത്തേക്ക് നമ്മളൊരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ 1/10 സെക്കൻഡ് സമയം, അതായത് 0.1 സെക്കൻഡ് സമയത്തേക്ക് നമ്മുടെ ചെവിയിൽ ആ ശബ്ദം തങ്ങി നിൽക്കും. ഇതിനെയാണ് നമ്മുടെ ശ്രവണ സ്ഥിരത എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം, ശ്രവണ സ്ഥിരത. അടുത്തത് പ്രതിധ്വനി അഥവാ എക്കോ ആണ്. ആദ്യ ശബ്ദം ശ്രവിച്ച് എത്ര സമയം കഴിഞ്ഞാലാണ് പ്രതിപതന ശബ്ദം വ്യക്തമായി കേൾക്കാൻ കഴിയുക? നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. എത്രയാണ്? 1/10 സെക്കൻഡ് സമയം കഴിഞ്ഞാലാണ് അത് കറക്റ്റായിട്ട് വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയുക, അല്ലേ? ഇതാണ് ശ്രവണ സ്ഥിരത. അപ്പോൾ 1/10 സെക്കൻഡ് കഴിയണം. ഈ സമയം കൊണ്ട് ശബ്ദം എത്ര ദൂരം സഞ്ചരിക്കും? ഈ സമയം കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വായുവിലൂടെ 34 മീറ്റർ ആണ്. ഓക്കെ, എത്രയാണ്? 34 മീറ്റർ ആണ് സഞ്ചരിക്കുന്നത്. ഈ ശബ്ദത്തിൻ്റെ വായുവിലെ വേഗം 340 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് പരിഗണിച്ചു കഴിഞ്ഞാൽ പ്രതിധ്വനി കേൾക്കണമെങ്കിൽ പ്രതലതലം ചുരുങ്ങിയത് എത്ര അകലത്തിലായിരിക്കണം? 17 മീറ്റർ അകലത്തിലായിരിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യ ശബ്ദം ശ്രവിച്ച് എത്ര സമയം കഴിഞ്ഞാലാണ് പ്രതിപതന ശബ്ദം വ്യക്തമായി കേൾക്കാൻ കഴിയുക? 1/10 സെക്കൻഡ്. ഈ സമയം കൊണ്ട് ശബ്ദം എത്ര ദൂരമാണ് സഞ്ചരിക്കുന്നത്? 34 മീറ്റർ ആണ്. ശബ്ദത്തിൻ്റെ വായുവിലെ അകലം 340 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് പരിഗണിച്ചാൽ പ്രതിധ്വനി കേൾക്കണമെങ്കിൽ പ്രതിപതന സ്ഥലം ചുരുങ്ങിയത് എത്ര അകലത്തിലായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 17 മീറ്റർ അകലത്തിൽ ആയിരിക്കണം. ഓക്കെ, ഇനി പ്രതിപതന തലം 17 മീറ്ററിൽ കൂടുതൽ ആണെങ്കിൽ, പ്രതിപതന തലം 17 മീറ്ററിൽ കൂടുതലാണെങ്കിൽ അതേ ശബ്ദം വീണ്ടും കേൾക്കാൻ സാധിക്കും, അല്ലേ? അപ്പോൾ ഈ പ്രതിഭാസത്തെയാണ് പ്രതിധ്വനി അഥവാ എക്കോ എന്നറിയപ്പെടുന്നത്. അതായത് ആദ്യ ശബ്ദം ശ്രവിച്ചതിന് ശേഷം അതേ ശബ്ദം പ്രതിപദിച്ച് വീണ്ടും കേൾക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പ്രതിധ്വനി എന്ന് നമ്മൾ പറയുന്നത്, എക്കോ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി പ്രതിധ്വനി അനുഭവപ്പെടുന്ന സന്ദർഭങ്ങൾ എഴുതൂ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം പ്രതിധ്വനി അനുഭവപ്പെടുന്നത് എന്താണ്. 17 മീറ്ററിൽ കൂടുതൽ വീതിയുള്ള പുഴയുടെ കരയിൽ നിന്ന് ഉച്ചത്തിൽ നമ്മൾ കൈകൊട്ടി കഴിഞ്ഞാൽ എന്തുണ്ടാവും? പ്രതിധ്വനി ഉണ്ടാവും. 17 മീറ്ററിൽ കൂടുതൽ വീതിയുള്ള ഒരു പുഴയുടെ കരയിൽ നിന്ന് നമ്മൾ ഉച്ചത്തിൽ കൈകൊട്ടി കഴിഞ്ഞാൽ പ്രതിധ്വനി ഉണ്ടാവും. അതുപോലെ തന്നെ 17 മീറ്ററിൽ കൂടുതൽ നീളമുള്ള ഓഡിറ്റോറിയത്തിൻ്റെ ഒരറ്റത്തിൽ നിന്ന് നമ്മൾ ഉറക്കെ സംസാരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? എക്കോ ഉണ്ടാവും, പ്രതിധ്വനി ഉണ്ടാവും. 17 മീറ്ററിൽ കൂടുതൽ നീളമുള്ള ഓഡിറ്റോറിയത്തിൻ്റെ ഒരറ്റത്തിൽ നിന്നും ഉറക്കെ സംസാരിക്കുമ്പോൾ എന്തുണ്ടാവും? പ്രതിധ്വനി ഉണ്ടാവും. അപ്പോൾ ആ 2 എക്സാമ്പിൾ, അതായത് 17 മീറ്ററിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എന്തെങ്കിലും ശബ്ദം പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും? പ്രതിധ്വനി അനുഭവപ്പെടും. അത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് കെട്ടിടങ്ങളുടെ ശബ്ദശാസ്ത്രം, അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിങ്സ്. കെട്ടിടങ്ങളുടെ ശബ്ദശാസ്ത്രം നോക്കുക. അതായത് സിനിമാ തിയേറ്ററുകൾ പോലുള്ള വലിയ ഹാളുകളുടെ ചുമരുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചുമരുകൾ പരുക്കനാക്കിയിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ചുമരുകൾ പരുക്കനാക്കിയിരിക്കുന്നത് എന്തിനാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് അറിയുന്നതാണ്. അതായത് വലിയ ഹാളുകളിൽ ചുമരുകളെ പരുക്കനാക്കിയിരിക്കുന്നത് എന്തിനാണ്? ശബ്ദത്തിൻ്റെ ക്രമപ്രതിപതനം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടും ശബ്ദത്തെ ആഗിരണം ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ്. ഓക്കെ, എക്കോ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. ശബ്ദത്തിൻ്റെ ക്രമപ്രതിപതനം ഇല്ലാതാക്കുന്നതിനും ശബ്ദത്തെ ആഗിരണം ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് വലിയ ഹാളുകളുടെ ചുമരുകൾ എന്ത് ചെയ്യുന്നത്? പരുക്കനാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ചുമരുകൾ തമ്മിലുള്ള അകലം 17 മീറ്ററിൽ കൂടുതലായാൽ ശബ്ദ പ്രതിപതനവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന വിഷമതകൾ എന്തൊക്കെയാണ്? അതായത് ചുമരുകൾ തമ്മിലുള്ള അകലം 17 മീറ്ററിൽ കൂടുതലായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പ്രതിധ്വനി ഉണ്ടാവും. നമ്മൾ പഠിച്ചു അല്ലേ? പ്രതിധ്വനി ഉണ്ടാകും. അതിനാൽ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണം, സംഗീതം തുടങ്ങിയവ വ്യക്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? കേൾക്കാനായിട്ട് പറ്റില്ല, അല്ലേ? അപ്പോൾ 17 മീറ്റർ കൂടിക്കഴിഞ്ഞാൽ പ്രതിധ്വനി ഉണ്ടാവും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഹാളുകളിലും ഓഡിറ്റോറിയങ്ങളിലും ശബ്ദം വ്യക്തമായി ശ്രവിക്കുന്നതിന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. തറ പരുക്കനാക്കുക എന്നുള്ളത്. പിന്നെ എന്താണ്? നമുക്കറിയാം ധാരാളം വാതിലുകളും ജനാലകളും ഒക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് പ്രതിധ്വനി ഇല്ലാതാക്കാൻ പറ്റും. പിന്നെയോ ശബ്ദം ആഗിരണം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള
എന്താണ് കർട്ടനുകൾ, അതുപോലെ തന്നെ ചുമരുകൾ, പരവതാനി, ഇതെല്ലാം നമുക്ക് എന്താണ് അവിടെ എന്താണ് റൂമിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഹാളിൽ എന്ത് ചെയ്യുക, സീലിങ്ങിൻ്റെ ഉയരം അല്ലെ, സീലിങ്ങിൻ്റെ ഉയരവും വീതിയും തമ്മിലുള്ള അനുപാതം 2:3 ആണെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ഹാളിൽ സീലിങ്ങിൻ്റെ ഉയരവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാക്കുക, 2:3 ആണെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രതിധ്വനി ഇല്ലാതാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ കെട്ടിടങ്ങൾക്കുള്ളിൽ വ്യക്തമായി ശബ്ദം ശ്രവിക്കത്തക്ക വിധത്തിൽ അതിനെ രൂപപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് കെട്ടിടങ്ങൾക്കുള്ളിൽ വ്യക്തമായി ശബ്ദം ശ്രവിക്കത്തക്ക വിധത്തിൽ അതിനെ രൂപപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയെ പറയുന്ന പേരാണ് അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് അൾട്രാസോണിക് ശബ്ദമാണ്. ഓക്കെ, അൾട്രാസോണിക് സൗണ്ട് എന്താണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് പഠിച്ചല്ലേ. എന്താണ്, നമുക്ക് അതായത് മനുഷ്യർക്ക് കേൾക്കാൻ കഴിയുന്ന തരംഗപരിധിക്ക് പുറത്ത്, അതായത് 20,000 ഹെർട്സിന് മുകളിൽ ആവൃത്തിയുള്ള ശബ്ദത്തെയാണ് അൾട്രാസോണിക് ശബ്ദം എന്ന് പറയുന്നത്. 20 ഹെർട്സിന് താഴെയാണെങ്കിൽ എന്താണ്, ഇൻഫ്രാസോണിക് ആണ്. 20,000 ഹെർട്സിന് മുകളിൽ ആവൃത്തിയുള്ള ശബ്ദത്തെയാണ് നമ്മൾ അൾട്രാസോണിക് ശബ്ദം എന്ന് പറയുന്നത്. അപ്പോൾ അൾട്രാസോണിക് തരംഗങ്ങൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് തന്നിട്ടുള്ളത്. നോക്കുക, സർപ്പിളാകൃതിയിലുള്ള കുഴലുകൾ, നിയതമായ ആകൃതിയില്ലാത്ത യന്ത്രഭാഗങ്ങൾ, ഇലക്ട്രോണിക് ഘടകങ്ങൾ തുടങ്ങിയവ വൃത്തിയാക്കുന്നതിന് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, സർപ്പിളാകൃതിയിലുള്ള കുഴലുകൾ, നിയതമല്ലാത്ത ആകൃതിയിലുള്ള യന്ത്രഭാഗങ്ങൾ, ഇലക്ട്രോണിക് ഘടകങ്ങൾ, ഇതെല്ലാം വൃത്തിയാക്കുന്നതിന് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. വൃത്തിയാക്കേണ്ട വസ്തുവിനെ എന്ത് ചെയ്യും, ഒരു പ്രത്യേകതരം ലായനിയിൽ മുക്കി വയ്ക്കുന്നു. ഈ ലായനിയിലേക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ കടത്തിവിടുന്നു. അൾട്രാസോണിക് തരംഗങ്ങളുടെ ഉയർന്ന ആവൃത്തിയിലുള്ള കമ്പനം മൂലം പൊടിപടലങ്ങളും ഗ്രീസ് പോലുള്ള പദാർത്ഥങ്ങളും വസ്തുവിൽ നിന്ന് വേർപെട്ടു പോകുന്നു. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അൾട്രാസോണിക് സൗണ്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ വലിയ ലോഹഭാഗങ്ങൾക്കുള്ളിലെ പൊട്ടലുകളും വിള്ളലുകളും കണ്ടെത്താൻ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, വലിയ ലോഹഭാഗങ്ങളിലെ പൊട്ടലുകളും വിള്ളലുകളും കണ്ടെത്താൻ വേണ്ടി എന്ത് ഉപയോഗിക്കുന്നുണ്ട്, അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ലോഹഭാഗത്തിനുള്ളിലേക്ക് കടത്തിവിടുന്ന അൾട്രാസോണിക് തരംഗങ്ങൾ എന്ത് ചെയ്യും, ലോഹഭാഗത്തിനുള്ളിലൂടെ കടന്ന് ഡിറ്റക്ടറുകളിൽ എത്തുന്നു. ലോഹത്തിനുള്ളിൽ വളരെ ചെറിയ പൊട്ടലുകളോ വിള്ളലുകളോ ഉണ്ടെങ്കിൽ അൾട്രാസോണിക് തരംഗം ആ ഭാഗത്ത് വെച്ച് പ്രതിപദിക്കുന്നു. അതിനാൽ ഡിറ്റക്ടറുകളിൽ എത്തുന്നില്ല. ശ്രവണസാധ്യമായ ശബ്ദതരംഗങ്ങൾക്ക് തരംഗദൈർഘ്യം കൂടുതലായതിനാൽ അവ പൊട്ടലുകളുടെയും വിള്ളലുകളുടെയും മൂലകളിലൂടെ വളഞ്ഞ് സഞ്ചരിച്ച് ഡിറ്റക്ടറുകളിൽ എത്തുന്നതിനാൽ അവ ഇത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയില്ല. ഓക്കെ, അതുപോലെ തന്നെ എക്കോ കാർഡിയോഗ്രഫിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ഹൃദയത്തിൻ്റെ ചിത്രം എടുക്കുവാൻ കഴിയുന്നു. ഇതിനെയാണ് എക്കോ കാർഡിയോഗ്രഫി എന്നറിയപ്പെടുന്നത്. ഓക്കെ, അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ഹൃദയത്തിൻ്റെ ചിത്രം എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എക്കോ കാർഡിയോഗ്രഫി. ഹൃദയത്തിൻ്റെ ഹാർട്ടുമായിട്ട് സംബന്ധിച്ച് കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ എക്കോ കാർഡിയോഗ്രഫിയാണ് എടുക്കുക അല്ലേ. അതുപോലെ തന്നെ അൾട്രാസോണോഗ്രഫി എന്ന് പറയുമ്പോൾ വൃക്ക, കരൾ, പിത്തസഞ്ചി, ഗർഭപാത്രം തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ ചിത്രമെടുക്കാനായിട്ടും അവയിൽ തകരാറുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടുമാണ് എന്തുപയോഗിക്കുന്നത്, അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നത്. അതിനെയാണ് അൾട്രാസോണോഗ്രഫി എന്ന് പറയുന്നത്. വൃക്ക, കരൾ, പിത്തസഞ്ചി, ഗർഭപാത്രം തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ ചിത്രമെടുക്കാൻ വേണ്ടിയിട്ടും അവയിലെ തകരാറുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ടും. ഓക്കെ, അതുപോലെ ശരീരകലകളിലൂടെ സഞ്ചരിക്കുന്ന അൾട്രാസോണിക് തരംഗങ്ങൾ ശരീരകലകളിലെ സാന്ദ്രതാ വ്യതിയാനമുള്ള ഭാഗങ്ങളിൽ തട്ടി പ്രതിപദിക്കുന്നു. ഈ തരംഗങ്ങളെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റി അവയവത്തിൻ്റെ ചിത്രം രൂപപ്പെടുത്തുന്നു. ഈ സാങ്കേതിക വിദ്യയാണ് അൾട്രാസോണോഗ്രഫി, അത് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ വൃക്കയിലെ ചെറിയ കല്ലുകൾ പൊടിച്ചു കളയാൻ വേണ്ടിയിട്ട് അൾട്രാസോണിക് തരംഗം ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അൾട്രാസോണിക് തരംഗങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രയോജനം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. അടുത്തത് സോണാർ. ഓക്കെ, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ജലത്തിനടിയിലുള്ള വസ്തുക്കളിലേക്കുള്ള അകലം, അവയുടെ ദിശ, വേഗം എന്നിവ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ എന്ന് പറയുന്നത്. ഓക്കെ, അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജലത്തിനടിയിലുള്ള വസ്തുക്കളുടെ അകലം, അവയുടെ ദിശ, വേഗം എന്നിവ കണ്ടെത്തുന്നതിനുള്ള ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്, സോണാർ എന്ന് പറയുന്നത്. ഒരു കപ്പലിൽ ഘടിപ്പിച്ചിരിക്കുന്ന സോണാറിൽ നിന്ന് ഉത്ഭവിച്ച് കടലിൻ്റെ അടിത്തട്ടിലുള്ള ഒരു വസ്തുവിൽ തട്ടി പ്രതിപദിച്ചു വരുന്ന അൾട്രാസോണിക് തരംഗങ്ങളുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ചിത്രം നോക്കിയിട്ട് നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. സോണാറിൽ അൾട്രാസോണിക് തരംഗങ്ങളെ ഉൽപ്പാദിപ്പിച്ച് പ്രേഷണം ചെയ്യുന്ന ഭാഗം ഏതാണ്? സോണാറിൽ അൾട്രാസോണിക് തരംഗങ്ങളെ ഉൽപ്പാദിപ്പിച്ച് പ്രേഷണം ചെയ്യുന്ന ഭാഗം ഏതാണ്? ട്രാൻസിസ്റ്റർ ആണ്. ഓക്കെ, ട്രാൻസിസ്റ്റർ ആണ്. ഇനി
അടിത്തട്ടിലുള്ള, ഇവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ, സോണാറിൽ അൾട്രാസോണിക് തരംഗങ്ങളെ ഉൽപ്പാദിപ്പിച്ച് പ്രേഷണം ചെയ്യുന്ന ഭാഗം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്മിറ്റർ ആണ്. ട്രാൻസ്മിറ്റർ എവിടെ എഴുതിയിരിക്കുന്നുണ്ടോ, ട്രാൻസ്മിറ്റർ. ഇനി അടിത്തട്ടിലുള്ള വസ്തുവിൽ ചെന്ന് തട്ടുന്ന അൾട്രാസോണിക് തരംഗങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, എന്താണ് സംഭവിക്കുന്നത്? പ്രതിപതിക്കുകയാണ് ചെയ്യുക അല്ലെ. വസ്തുവിൽ തട്ടി പ്രതിപതിച്ചു വരുന്ന അൾട്രാസോണിക് തരംഗങ്ങൾ സോണാറിലെ ഡിറ്റക്ടറിൽ എത്തുകയും ഡിറ്റക്ടർ അവയെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പ്രതിപതിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടിത്തട്ടിലുള്ള വസ്തുവിൽ ചെന്ന് തട്ടുന്ന അൾട്രാസോണിക് തരംഗങ്ങൾ പ്രതിപതിക്കുന്നു. ഇനി ജലോപരിതലത്തിലുള്ള ഒരു കപ്പലിലെ സോണാറിൽ നിന്ന് പുറപ്പെടുന്ന അൾട്രാസോണിക് തരംഗം കടലിൻ്റെ അടിത്തട്ടിലുള്ള പാറക്കെട്ടിൽ തട്ടി 0.5 സെക്കൻഡ് കൊണ്ട് തിരിച്ചെത്തുന്നുവെങ്കിൽ കപ്പലിൽ നിന്ന് പാറക്കെട്ടിലേക്കുള്ള അകലം എത്രയാണ്? അൾട്രാസോണിക് ശബ്ദതരംഗങ്ങളുടെ കടൽ ജലത്തിലെ ശബ്ദവേഗം 1522 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് പരിഗണിക്കുക. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അകലം, അതായത് എന്താണ്? ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ദൂരം സമം എന്താണ്? വേഗം ഇൻറ്റു സമയമാണ് അല്ലേ. ദൂരം സമം വേഗം ഇൻറ്റു സമയം. വേഗം എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് പറഞ്ഞു 1522 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് പരിഗണിക്കുക. അപ്പോൾ 1522 ഇൻറ്റു സമയം എത്രയാണ്? 0.5 സെക്കൻഡ്. 0.5. അപ്പോൾ 1522 ഇൻറ്റു 0.5 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 380.5 കിട്ടും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. 380.5 ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കുക. അൾട്രാസോണിക് ശബ്ദം പ്രയോജനപ്പെടുത്തി ഇരപിടിക്കുന്ന ജീവിയാണല്ലോ വവ്വാൽ. അപ്പോൾ വവ്വാലിനെ നിരീക്ഷിച്ചിട്ട് ഇരപിടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ വവ്വാലിൻ്റെ നമ്മൾ പഠിച്ചു. വവ്വാൽ പുറപ്പെടുവിക്കുന്ന അൾട്രാസോണിക് തരംഗങ്ങൾ എന്താണ്? ജീവികളിൽ തട്ടി പ്രതിപതിക്കുന്നു. ഈ ശബ്ദം എന്ത് ചെയ്യുന്നു? അവ സ്വീകരിക്കുന്നു അല്ലേ. അപ്പോൾ അൾട്രാസോണിക് തരംഗങ്ങൾ ജീവികളിൽ തട്ടി പ്രതിപതിക്കുകയും ഈ ശബ്ദം അവ സ്വീകരിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഇനി സീസ്മിക് തരംഗങ്ങളും സുനാമിയുമാണ്. ഓക്കെ, സീസ്മിക് തരംഗങ്ങളും സുനാമിയും. പ്രകൃതിയിലുണ്ടാവുന്ന സീസ്മിക് തരംഗങ്ങളാണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നേപ്പാൾ ദുരന്തത്തിൻ്റെ ദൃശ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ദുരന്തത്തിന് കാരണം എന്താണെന്നുള്ളതാണ്. ലോകത്തെ വിവിധയിടങ്ങളിൽ വൻ ദുരന്തങ്ങൾക്ക് കാരണമാകുന്ന ഒന്നാണ് എന്ത്? ഭൂകമ്പങ്ങൾ എന്ന് പറയുന്നത്. ഭൂകമ്പം, വൻ സ്ഫോടനങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയുടെ ഫലമായിട്ട് ഭൂപാളികളിലൂടെ സഞ്ചരിക്കുന്ന തരംഗമാണ് സീസ്മിക് തരംഗങ്ങൾ. ഓക്കെ, എന്താണ് സീസ്മിക് തരംഗങ്ങൾ എന്ന് പറയുന്നത്? ഭൂകമ്പങ്ങൾ, ഭൂകമ്പം, വൻ സ്ഫോടനങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവയുടെ ഫലമായിട്ട് ഭൂപാളികളിലൂടെ സഞ്ചരിക്കുന്ന തരംഗമാണ് സീസ്മിക് തരംഗങ്ങൾ. ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നാണ് സീസ്മിക് തരംഗങ്ങൾ പുറപ്പെടുന്നത്. സീസ്മിക് തരംഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് സീസ്മോളജി. ഓക്കെ, സീസ്മോളജി. ഇവയെക്കുറിച്ച് പഠനം നടത്തുന്ന ശാസ്ത്രജ്ഞരെയാണ് സീസ്മോളജിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കുന്നത് റിഗർ സ്കെയിലാണ്. ഓക്കെ, ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കുന്ന ഏതാണ്? റിഗർ സ്കെയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഭൂകമ്പത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സീസ്മിക് തരംഗങ്ങളെ 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഭൂകമ്പത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സീസ്മിക് തരംഗങ്ങളെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പ്രാഥമിക തരംഗങ്ങൾ, ദ്വിതീയ തരംഗങ്ങൾ, അതുപോലെ തന്നെ ഉപരിതല തരംഗങ്ങൾ. പ്രാഥമിക തരംഗങ്ങൾ, ദ്വിതീയ തരംഗങ്ങൾ, ഉപരിതല തരംഗങ്ങൾ. ഇവയിൽ പ്രാഥമിക തരംഗങ്ങൾ ഏറ്റവും വേഗമേറിയവയാണ്. അപ്പോൾ സീസ്മിക് തരംഗങ്ങളിൽ ഏറ്റവും വേഗമേറിയത് ഏതാണ്? പ്രാഥമിക തരംഗങ്ങളാണ്. ദ്വിതീയ തരംഗങ്ങൾക്ക് പ്രാഥമിക തരംഗങ്ങളെ അപേക്ഷിച്ച് വേഗം കുറവാണ്. ഒരു ഭൂകമ്പ മാപിനിയിൽ പ്രാഥമിക തരംഗവും ദ്വിതീയ തരംഗവും എത്തുന്നതിനുള്ള സമയ വ്യത്യാസം ഉപയോഗിച്ച് ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തിലേക്കുള്ള ദൂരം ഏകദേശം നിർണ്ണയിക്കാവുന്നതാണ്. ഭൂകമ്പത്തിൻ്റെ അളവ് നിർണ്ണയിക്കുന്നത് സീസ്മോഗ്രാഫിലെ ആയതയുടെ അളവിനെ അടിസ്ഥാനമാക്കിയാണ്. ഓക്കെ, ഭൂകമ്പത്തിൻ്റെ അളവ് നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്? സീസ്മോഗ്രാഫിലെ ആയതയുടെ അളവിനെ അടിസ്ഥാനമാക്കിയാണ്. ഭൂതലത്തിൽ മാത്രം സഞ്ചരിക്കുന്ന റാലെ തരംഗങ്ങൾ, ലവ് തരംഗങ്ങൾ എന്നീ 2 തരത്തിലുള്ള ഉപരിതല തരംഗങ്ങൾ കൂടി ഭൂകമ്പം മൂലം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഭൂകമ്പം മൂലം ഉണ്ടാവാറുള്ള തരംഗങ്ങളാണ് എന്ത്? റാലെ തരംഗങ്ങൾ, ലവ് തരംഗങ്ങൾ പോലുള്ള ഉപരിതല തരംഗങ്ങൾ. ഉപരിതല തരംഗങ്ങളുടെ വേഗം ദ്വിതീയ തരംഗങ്ങളെക്കാൾ കുറവാണെങ്കിലും ഇവയുടെ സഞ്ചാരമാണ് ഭൂകമ്പം മൂലമുള്ള നാശനഷ്ടങ്ങൾക്ക് കാരണം. കേരളത്തിൽ തീവ്ര ഭൂകമ്പങ്ങൾക്ക് സാധ്യത കുറവാണ്. എന്നാൽ ദൂരദേശങ്ങളിൽ ഉണ്ടാവുന്ന ഭൂകമ്പങ്ങൾ ചിലപ്പോൾ സുനാമി തിരകൾക്ക് കാരണമാകാം. കേരളത്തിന് ദൈർഘ്യമേറിയ കടൽത്തീരമുള്ളതുകൊണ്ട് സുനാമി നമ്മളെയും ബാധിക്കാം. 2004 ഡിസംബർ 26 കൂറ്റൻ സുനാമി തിരകൾ നമ്മുടെ കടൽ തീരത്ത് ആഞ്ഞടിച്ച വിവരം നിങ്ങൾക്കറിയാമോ? നമുക്കറിയാം അല്ലേ. 2004 ഡിസംബർ 26 സുനാമിയുടെ കാര്യങ്ങളൊക്കെ അറിയാം.
കടലിലെയും മറ്റു ജലത്തിന് വൻതോതിൽ സ്ഥാനചലനം സംഭവിക്കുമ്പോൾ ഉടലെടുക്കുന്ന ഭീമാകാരമായ തിരകളെയാണ് സുനാമി എന്ന് വിളിക്കുന്നത്. എന്താണ് സുനാമി? കടലിലെയും മറ്റു ജലത്തിന് വൻതോതിൽ സ്ഥാനചലനം സംഭവിക്കുമ്പോൾ ഉടലെടുക്കുന്ന ഭീമാകാരമായ തിരകളാണ് സുനാമി. കടലിൻ്റെ അടിത്തട്ടിലുണ്ടാവുന്ന വൻ ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം, ഉൽക്കകളുടെ പതനം തുടങ്ങിയവയാണ് സുനാമിക്ക് കാരണം. ജപ്പാനീസ് ഭാഷയിൽ നിന്നാണ് സുനാമി എന്ന് പറയുന്ന പേര് ലഭിച്ചത്. സു എന്ന് പറഞ്ഞാൽ എന്താണ്? തുറമുഖം എന്നാണ് അർത്ഥം. നാമി എന്ന് പറഞ്ഞാൽ നീണ്ട തിരമാല എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ സുനാമി എന്ന് പറയുന്നത് ജപ്പാനീസ് ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. സു എന്ന് പറഞ്ഞാൽ തുറമുഖമാണ്. നാമി എന്ന് പറഞ്ഞാൽ എന്താണ്? നീണ്ട തിരമാല എന്നാണ് അർത്ഥം. ഉൾക്കടലിൽ സുനാമിയുടെ വേഗം മണിക്കൂറിൽ 600 മുതൽ 800 കിലോമീറ്റർ വരെയാണ്. ഉൾക്കടലിൽ സുനാമിയുടെ വേഗം എത്രയാണ്? 600 to 800 കിലോമീറ്റർ ആണ്. തരംഗ ദൈർഘ്യം 10 മുതൽ 1000 കിലോമീറ്റർ വരെയാണ്. ഉൾക്കടലിൽ ആഴം കുറവായതിനാൽ കപ്പലിലും മറ്റും സഞ്ചരിക്കുന്നവർക്ക് സുനാമി ഉണ്ടായതായിട്ട് അനുഭവപ്പെടാറില്ല. ഉൾക്കടലിൽ എന്താണ്? ആഴം കുറവാണ്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം, കപ്പലിലും മറ്റും സഞ്ചരിക്കുന്നവർക്ക് സുനാമി ഉണ്ടായതായിട്ട് അനുഭവപ്പെടാറില്ല. കാരണം എന്താണ്? ഉൾക്കടലിൽ ആഴം കുറവായതിനാലാണ്. ഓക്കെ, തിരമാലകൾ കടൽ തീരത്തോട് അടുക്കുമ്പോൾ തിരമാലയുടെ ഗർത്തം കരയിൽ ഉരസുന്നതിൻ്റെ ഫലമായി വേഗവും തരംഗദൈർഘ്യവും പെട്ടെന്ന് കുറയുകയും ആഴം വർദ്ധിക്കുകയും തീരപ്രദേശം വെള്ളത്തിനടിയിലാവുകയും ചെയ്യുന്നു. സുനാമിയുടെ ഉയരം തീരപ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി, കടൽത്തട്ടിൻ്റെ ആഴം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. സുനാമിയുടെ ഉയരം എന്തിനൊക്കെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? തീരപ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി, കടൽത്തട്ടിൻ്റെ ആഴം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. ആഴക്കടലിൽ നിന്ന് തീരത്തേക്ക് എത്തുന്ന സുനാമികൾ കരയിലെത്തുമ്പോൾ കാര്യമായ ഊർജ്ജനഷ്ടം ഉണ്ടാവുന്നില്ല. അതിനാൽ ആക്രമണത്തിൻ്റെ ശക്തി വളരെ വലുതായിരിക്കും. തരംഗത്തിൻ്റെ ശൃംഖമാണ് ആദ്യം കരയിലെത്തുന്നതെങ്കിൽ തിരകൾ ഉയർന്നു പോകുന്ന അവസ്ഥയിലും തരംഗത്തിൻ്റെ ഗർത്തമാണ് ആദ്യം എത്തുന്നതെങ്കിൽ കടൽ ഉൾവലിയുന്ന അവസ്ഥയിലുമായിരിക്കും. സുനാമി മുന്നറിയിപ്പുകൾ നൽകുന്ന സംവിധാനമാണ് ഡാർട്ട്. ഡാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡീപ്പ് ഓഷ്യൻ അസസ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി. ഡീപ്പ് ഓഷ്യൻ അസസ്മെൻറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് സുനാമി ഡാർട്ടാണ്. സുനാമിയിൽ നിന്ന് രക്ഷ തേടാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം? എന്തൊക്കെയാണ്? കടൽ അസ്വാഭാവികമായി പിന്നോട്ട് വലിയുന്നത് കാണുകയാണെങ്കിൽ സുനാമി മുന്നറിയിപ്പായി കരുതി ഉയർന്ന സ്ഥലത്തേക്ക് മാറേണ്ടതാണ്. അപകടഘട്ടം തരണം ചെയ്തു എന്ന് സ്വയം തീരുമാനിക്കാതെ ഔദ്യോഗിക അറിയിപ്പിനായി കാത്തിരിക്കുക. രക്ഷപ്പെടാനുള്ള തിരക്കിനിടയിൽ വസ്തുവകകൾ എടുക്കാനായി സമയം പാഴാക്കാതിരിക്കുക. ജീവനാണ് ഏറ്റവും വലുതെന്ന് തിരിച്ചറിയണം. സുനാമിയിൽ പെട്ടുപോയാൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഏതെങ്കിലും വസ്തുവിൽ പിടിമുറക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഗ്രാഫ് നോക്കിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആയതി കണ്ടുപിടിക്കാനും അതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആയതി, തരംഗത്തിൻ്റെ ആയതി എത്രയാണ്? ഈ ചിത്രത്തിൽ ആയതി എത്രയാണ്? ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1.5 മീറ്റർ ആണ് അല്ലേ? 1.5 മീറ്റർ ആണ് ആയതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആയതി എപ്പോഴും കണക്കാക്കുന്നത് എങ്ങനെയാണ്? എക്സ് അക്ഷത്തിൽ ശൃംഖത്തിൻ്റെ മുകളിൽ, ശൃംഖത്തിന് നേരെയുള്ള റീഡിങ് നോക്കി എഴുതാം. ഓക്കെ, തരംഗത്തിൻ്റെ ആയതി എത്രയാണ്? 1.5 മീറ്റർ ആണ്. അത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചതാണ്, വീണ്ടും പറയേണ്ട കാര്യമില്ല. എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ആയതി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ് അക്ഷം എടുക്കുക. ഏതാണ് എക്സ് അക്ഷം? ഇതാണ് എക്സ്. അപ്പോൾ ഇവിടെയുള്ള എക്സ് അക്ഷത്തിൽ മുകളിൽ, ഓക്കെ, ശൃംഖത്തിന് നേരെയുള്ള അളവെടുക്കുക. ഇവിടെ എത്രയാണ് വരുന്നത്? 1.5 ആണ്. അപ്പോൾ 1.5 മീറ്റർ ആണ് ഇവിടുത്തെ ആയതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി തരംഗം 2 സെക്കൻഡിൽ 800 മീറ്റർ സഞ്ചരിക്കുന്നുവെങ്കിൽ തരംഗത്തിൻ്റെ വേഗം എത്രയാണ്? ഓക്കെ, അപ്പോൾ തരംഗത്തിൻ്റെ വേഗം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? സഞ്ചരിച്ച ദൂരം ബൈ സമയമാണ് അല്ലേ? ദൂരം എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് തന്നിട്ടുള്ളത്? 800 ആണ്. 800 മീറ്റർ 2 സെക്കൻഡ് കൊണ്ട്. ഇപ്പോൾ ടൈം എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 800/2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 400 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 400 മീറ്റർ പെർ സെക്കൻഡ്. തരംഗത്തിൻ്റെ ആവൃത്തി ചോദിച്ചിട്ടുണ്ട്. ആവൃത്തി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? V is equal to F ലാംഡ ആണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അല്ലേ? V is equal to F ലാംഡ ആണ്. ലാംഡ എന്ന് പറയുന്നത് എത്രയാണ്? 4 മീറ്റർ ആണ് അല്ലേ? ലാംഡ എന്ന് പറയുന്നത് ഇവിടെ 4 മീറ്റർ ആണ്. അപ്പോൾ വേഗം നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 400 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ 400 is equal to F into 4 എന്ന് വരും. അപ്പോൾ ആവൃത്തി കാണാനുള്ള ഇക്വേഷൻ എന്താണ് വരിക? 400/4 വരും. F അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ 4 ഇങ്ങോട്ട് പോകും. 400/4 എന്ന് പറയുമ്പോൾ 100 ഹെഡ്സ് അല്ലേ? 100 ഹെഡ്സ് ആണ് ആവൃത്തി വരിക. ഇനി അടുത്ത ചോദ്യം നോക്കാം. അക്വസ്റ്റിക്സ് ഓഫ് ബിൽഡിങ്സ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്?
ഓഡിറ്റോറിയങ്ങൾ നിർമ്മിക്കുമ്പോൾ അതിനകത്ത് ശബ്ദത്തിൻ്റെ ആവർത്തന പ്രതിപതനം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനായിട്ട് അവലംബിക്കാവുന്ന ഏതെങ്കിലും 4 മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുക. ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. അക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിങ്സ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. കെട്ടിടങ്ങളുടെ അല്ലെ പ്രതിധ്വനി ഉണ്ടാവുന്ന ആ ഒരു ശാഖയാണ്, പഠിക്കുന്നതിൻ്റെ ശാസ്ത്രശാഖയാണ് നമ്മൾ പറഞ്ഞത് അക്കോസ്റ്റിക്സ് ഓഫ് ബിൽഡിങ്സ് എന്ന് പറയുന്നത്. ഇനി അതില്ലാതാക്കാനായിട്ട്, അതായത് പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാം? നമ്മൾ പറഞ്ഞു, ധാരാളം ജനലുകളും വാതിലുകളും നിർമ്മിക്കുക, ചുമരുകളിൽ തടി കൊണ്ടുള്ള പാനലുകൾ ഒക്കെ ഉണ്ടാക്കുക, നിലത്ത് പരവതാനി വിരിക്കുക, ശബ്ദം ആഗിരണം ചെയ്യാൻ കഴിവുള്ള വസ്തുക്കൾ കൊണ്ട് സീലിംഗ് നിർമ്മിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ. ഇനി അടുത്തത്, ജലോപരിതലത്തിലുള്ള ഒരു കപ്പലിൽ നിന്ന് ശബ്ദ സിഗ്നൽ ജലത്തിനടിയിലുള്ള പാറമേൽ തട്ടി 4 സെക്കൻഡിന് ശേഷം കപ്പലിലേക്ക് തിരിച്ചെത്തുന്നു എങ്കിൽ ഉപരിതലത്തിൽ നിന്ന് പാറയിലേക്കുള്ള അകലം കണക്കാക്കുക. കടൽ ജലത്തിൽ ശബ്ദവേഗം 1500 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് പരിഗണിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ശബ്ദവേഗം തന്നിട്ടുണ്ട്, സമയവും തന്നിട്ടുണ്ട്. അപ്പോൾ ശബ്ദവേഗവും തന്നു, സമയവും തന്നു കഴിഞ്ഞാൽ നമുക്ക് സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കാമല്ലോ. ഓക്കെ. അപ്പോൾ S=V/T ആണ്. അപ്പോൾ V ഇൻറ്റു അല്ലെ വേഗം ഇൻറ്റു സമയമാണ് ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ വേഗം ഇൻറ്റു സമയം എന്ന് പറയുമ്പോൾ 1500 ഇൻറ്റു 4 വരും അല്ലേ. അപ്പോൾ 1500 ഇൻറ്റു 4 വരുമ്പോൾ എത്ര വരും? 6000 അല്ലേ. 1500 ഇൻറ്റു 4 = 6000 മീറ്റർ എന്ന് വരും. 6000 മീറ്റർ. ഓക്കെ. അതെങ്ങനെയാണെന്ന് അറിയാലോ, ഇക്വേഷനൊക്കെ നമ്മൾ പഠിച്ചതാണ്. ദൂരം = വേഗം ഇൻറ്റു സമയമാണ്. സോ V/T ആണ് ചെയ്യേണ്ടത്. V എന്ന് പറയുന്നത് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? 1500 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇൻറ്റു 4 ആണ്. സോ 1500 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 6000 മീറ്റർ ആണ് വരിക. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 339 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു തരംഗത്തിൻ്റെ തരംഗദൈർഘ്യം 1.5 കിലോമീറ്റർ ആണ്. ഈ തരംഗത്തിൻ്റെ ആവൃത്തി എത്രയായിരിക്കും? ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? തരംഗദൈർഘ്യം തന്നിട്ടുണ്ട്, പക്ഷെ അത് കിലോമീറ്ററിലാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് ആദ്യം നമ്മൾ മാറ്റണം. കാരണം എന്താണ്? നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലാണ് വേഗത തന്നിരിക്കുന്നത്. അപ്പോൾ 1.5 കിലോമീറ്റർ എന്ന് പറയുന്നത് മീറ്ററിലോട്ട് മാറ്റുമ്പോൾ എത്രയാണ്? 1500 മീറ്റർ ആയിട്ട് മാറും അല്ലേ. 1500 മീറ്റർ ആയിട്ട് മാറും. അപ്പോൾ V എന്ന് പറയുന്നത് നമുക്കറിയാം 339 മീറ്റർ പെർ സെക്കൻഡ്. ഞാൻ മുകളിലത്തെ വായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. V എന്ന് പറയുന്നത് എത്രയാണ്? V എന്ന് പറയുന്നത് 339 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ലാംഡ എന്ന് പറയുന്നത് 1.5 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 1500 മീറ്റർ ആണ് മീറ്ററിലോട്ട് മാറ്റുമ്പോൾ. അപ്പോൾ V=F ലാംഡയാണെന്ന് അറിയാം നമുക്ക്. അപ്പോൾ F കാണാനുള്ള ഇക്വേഷൻ എന്താണ്? V/ലാംഡയാണ് വരിക. V എന്ന് പറയുന്നത് 339 ഡിവൈഡഡ് ബൈ ലാംഡ എന്ന് പറയുന്നത് 1500. 339/1500 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.226 ആണ്. ഓക്കെ. 0.226 ഹെഡ്സ് ആണ് വരിക. ഓക്കെ. 0.226 ഹെഡ്സ് ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് കിട്ടിയല്ലോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. 2 കിലോ ഹെഡ്സ് ആവൃത്തിയുള്ള ഒരു ശബ്ദ തരംഗത്തിൻ്റെ തരംഗദൈർഘ്യം 35 സെൻറ്റിമീറ്റർ ആണ്. ഈ തരംഗം 1500 മീറ്റർ ദൂരം സഞ്ചരിക്കാനെടുക്കുന്ന സമയം എത്രയായിരിക്കും? അപ്പോൾ 2 കിലോ ഹെഡ്സ് എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യണം? അതിനെ നമുക്ക് ഹെഡ്സിലോട്ട് മാറ്റണം. അപ്പോൾ 2 കിലോ ഹെഡ്സ് എന്ന് പറയുന്നത് ഹെഡ്സിലോട്ട് മാറ്റുമ്പോൾ എത്രയാവും? 2000 ഹെഡ്സ് ആയിട്ട് മാറും. അപ്പോൾ F എന്ന് പറയുന്നത് എത്ര കിട്ടി? 2000 ഹെഡ്സ് കിട്ടി അല്ലേ. F=2000 ഹെഡ്സ്. ലാംഡ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് തന്നിട്ടുള്ളത്? 35 സെൻറ്റിമീറ്റർ. ഓക്കെ. അപ്പോൾ 35 സെൻറ്റിമീറ്റർ ആണ്. അത് നമ്മൾ മീറ്ററിലോട്ട് മാറ്റുന്ന സമയത്ത് 0.35 അല്ലേ, 0.35 ആയിട്ട് മാറും. ഓക്കെ. 0.35 മീറ്റർ ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ V=F ലാംഡയാണ് അല്ലേ. അപ്പോൾ F ലാംഡ എന്ന് പറയുന്നത് എത്രയാണ്? 2000 ഇൻറ്റു 0.35. 2000 ഇൻറ്റു 0.35 എന്ന് പറയുമ്പോൾ എത്ര വരും? 700 മീറ്റർ പെർ സെക്കൻഡ് വരും. ഓക്കെ. 700 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ അത് നമ്മൾക്ക് എന്താണ് കിട്ടിയത്? V ആണ് നമുക്ക് കിട്ടിയത് അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സമയം കണ്ടുപിടിക്കാമല്ലോ. സമയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? T = ദൂരം അല്ലേ. ദൂരം ബൈ വേഗമാണ് വരിക. അതായത് 1500 ഡിവൈഡഡ് ബൈ എന്ത് വരും? 700 വരും അല്ലേ. 1500 ഡിവൈഡഡ് ബൈ 700 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2.14 സെക്കൻഡ് കിട്ടും. 2.14 സെക്കൻഡ്. ഓക്കെ. T = ദൂരം ബൈ വേഗം. ദൂരം എന്ന് പറയുന്നത് 1500 ഡിവൈഡഡ് ബൈ വേഗം നമ്മൾ കണ്ടുപിടിച്ചു 700. അപ്പോൾ 1500/700 ചെയ്യുമ്പോൾ എത്ര വരും? 2.14 സെക്കൻഡ് വരും. ഓക്കെ.
അപ്പോൾ അത് കിട്ടിയല്ലോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. മനുഷ്യൻ്റെ ശ്രവണ പരിധി 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെ ആണല്ലോ എങ്കിൽ മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദ തരംഗങ്ങളുടെ തരംഗദൈർഘ്യത്തിൻ്റെ പരിധി എത്രയായിരിക്കും? ശബ്ദവേഗം 340 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് പരിഗണിക്കുക. അപ്പോൾ നമ്മുടെ എന്താണ് തരംഗദൈർഘ്യത്തിൻ്റെ പരിധിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പരിധി കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കുക, എഫ് എന്ന് പറയുന്നത് എത്രയാണ്? 20 ഹെഡ്സ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു, എഫ് എന്ന് പറയുന്നത് 20 ഹെഡ്സ് ആണ്. വി എന്ന് പറയുന്നത് എന്താണ്? എഫ് ലാംഡയാണ്. നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം. ലാംഡ എന്ന് പറയുമ്പോൾ അപ്പോൾ വി ബൈ എഫ് ആണ് വരിക. അപ്പോൾ എന്താണ് വി ബൈ എഫ് എന്ന് പറയുന്നത് നമുക്കിവിടെ തന്നിട്ടുണ്ട് അല്ലേ. ലാംഡ എന്ന് പറയുന്നത് നമുക്ക് 17 മീറ്റർ ആണെന്ന് അറിയാം. ഓക്കെ, 17 മീറ്റർ ആണ്. ദെൻ എഫ് എന്ന് പറയുന്നത് എത്രയാണ്? 20,000 ഹെഡ്സ് ആണ് അല്ലേ. ലാംഡ എന്ന് പറയുന്നത് ചുരുക്കി എഴുതുന്നുണ്ട് കേട്ടോ. ലാംഡ എന്ന് പറയുന്നത് 17 മീറ്റർ ആണ്. ദെൻ എഫ് എന്ന് പറയുന്നത് എത്രയാണ്? 20,000 ഹെഡ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. ആ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് ലാംഡ എത്ര കിട്ടും? 0.017 എന്ന് വരും. 0.017. അപ്പോൾ നമ്മുടെ തരംഗദൈർഘ്യത്തിൻ്റെ പരിധി എന്ന് പറയുന്നത് എത്രയാണ്? 0.017 ടു 17 മീറ്റർ ആണ്. ഓക്കെ, 0.017 ടു 17 മീറ്റർ ആണ് ശബ്ദപരിധി വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ശബ്ദം എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ശബ്ദം എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന SCERT പാഠഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം നമ്മൾ ഇതിന് മുന്നേ തന്നെ ശബ്ദത്തെക്കുറിച്ച് നമ്മൾ ക്ലാസ് റൂം സെഷനായിട്ട് വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇതുപോലെ തന്നെ അടുത്ത ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്